അപ്പോൾ എലമെന്ററി ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? എലമെന്ററി ഓപ്പറേഷൻസ് നിങ്ങൾക്ക് മെട്രിക്സിൽ ഒരു മൂന്ന് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ അതിന് അനുവദിക്കുകയാണ്. എന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ? നിങ്ങൾക്ക് ഒരു റോയിനെ മാത്രം ഏതെങ്കിലും ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ ഏതെങ്കിലും ഒരു കോളത്തിനെ മാത്രം ഒരു സ്കെയിലാർ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്യരുത്. സീറോ കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്യുന്നത് സോ അതുകൊണ്ട് നോൺ സീറോ സ്കെയിലാണ്. നിങ്ങൾക്ക് രണ്ട് റോയിനെ അവരുടെ സ്ഥാനം വെച്ച് മാറാം. രണ്ടാമത്തെ റോ എടുത്ത് നാലാമത്തെ റോയുടെ സ്ഥാനത്തും നാലാമത്തെ റോ എടുത്ത് രണ്ടാമത്തെ റോയുടെ സ്ഥാനത്തും വയ്ക്കാം. അതുപോലെ കോളങ്ങളുടെ സ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാം, കുഴപ്പമില്ല. ഇനി ഏറ്റവും അവസാനത്തെ ഓപ്പറേഷൻ, നിങ്ങൾക്കൊരു റോയിനെ ഏതെങ്കിലും സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മറ്റൊരു റോയുമായിട്ട് ആഡ് ചെയ്യാം, സബ്സ്ട്രാക്റ്റും ചെയ്യാം. ഞാനിവിടെ ആഡ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം. അതുപോലെ ഒരു കോളത്തിനെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മറ്റൊരു മറ്റൊരു കോളവുമായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് റോയ്ക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇയാളെ നമ്മൾ എലമെന്ററി റോ ഓപ്പറേഷൻ എന്നും, അതേസമയം നിങ്ങൾ കോളത്തിനാണ് ചെയ്യുന്നതെങ്കിൽ എലമെന്ററി കോളം ഓപ്പറേഷൻ എന്നും നമ്മൾ പറയും. ഇതാണ് നമുക്ക് മെട്രിക്സിന്റെ എലമെന്ററി റോ ഓപ്പറേഷൻസ്. നിങ്ങൾ ഒരു മെട്രിക്സിലെ എലമെന്ററി റോ ഓപ്പറേഷൻ ചെയ്ത് നിങ്ങൾക്ക് മറ്റൊരു മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ രണ്ടുപേരെയും ഇക്വലന്റ് മെട്രിക്സ് എന്ന് നമ്മൾ പറയും. ഇഫ് മെട്രിക്സ് ബി is obtained by any elementary operations on matrix A, then we say A and B are equivalent. എയിൽ എന്തെങ്കിലും എലമെന്ററി റോ ഓപ്പറേഷൻ, അതായത് രണ്ട് റോയിനെ മാറ്റുകയോ ഏതെങ്കിലും റോയിനെ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മറ്റൊരു റോയായിട്ട് കൂട്ടുകയോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് മറ്റൊരു മെട്രിക്സ് കിട്ടും, ബി. എ മറ്റൊരു മെട്രിക്സ് ആയി മാറും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എയും ബിയും ഇക്വലന്റ് ആണെന്ന് പറയും. അതിനെ ഡിനോട്ടഡ് ബൈ എ ഈക്വലന്റ് ടു ബി. ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് മെട്രിക്സിന്റെ തന്നെ ചില ഫോമുകളാണ്. മെട്രിക്സിന്റെ തന്നെ ഒരു ഫോമാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഫോം എക്കലൻ ഫോം. എന്താണ് ഒരു മെട്രിക്സിന്റെ എക്കലൻ ഫോം? ശ്രദ്ധിച്ചിരിക്കുക. ഒരു മെട്രിക്സ് എഴുതി, അതിലെ ആദ്യത്തെ റോ ശ്രദ്ധിക്കുക. അതിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രിക്കാണ് കേട്ടോ ഞാൻ സ്റ്റാർ ഇട്ടേക്കുന്നത്. അയാൾക്ക് താഴോട്ടുള്ള എല്ലാവരും പൂജ്യമായിരിക്കുക. ഈ മെട്രിക്സിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രിയിലെ ആദ്യത്തെ റോയിലെ നോൺ സീറോ എൻട്രി ഉണ്ടല്ലോ, പിന്നെ അതിനുശേഷം എന്ത് വേണോ ആകാം കേട്ടോ. സീറോ ആകാം, സ്റ്റാർ ആകാം, എന്ത് വേണോ ആകാം. ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ അതുകൊണ്ട് അത് സ്പെസിഫിക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വരയിട്ടങ്ങ് വിടുന്നതേ ഉള്ളൂ. ഇതിനുശേഷം സീറോയോ സീറോ അല്ലാതാവുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ഫസ്റ്റ് നോൺ സീറോ എൻട്രിയെ നമ്മൾ ലീഡിങ് എൻട്രി എന്നാണ് പറയുന്നത്. ആദ്യത്തെ നോൺ സീറോ എൻട്രി ലീഡിങ് എൻട്രി. അപ്പൊ ലീഡിങ് എൻട്രിയുടെ താഴോട്ടുള്ള എല്ലാം നിർബന്ധമായും പൂജ്യമായിരിക്കണം. ഇനി അടുത്ത രണ്ടാമത്തെ റോയിലേക്ക് പോവുക. രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ നോൺ സീറോ എലമെന്റ് സ്വാഭാവികമായിട്ടും ഈ വന്നിരിക്കുന്ന നോൺ സീറോ എൻട്രിയുടെ വലത്തേക്ക് മാറിയേ വരത്തുള്ളൂ. കാരണം ലീഡിങ് എൻട്രിയുടെ താഴോട്ടെല്ലാം പൂജ്യമായിരിക്കണമായിരുന്നേ. അപ്പൊ പിന്നെ ഇയാളുടെ തൊട്ട് താഴെ വന്ന ലീഡിങ് എൻട്രി, അടുത്ത റോയുടെ ലീഡിങ് എൻട്രി വരില്ല. കാരണം താഴെ മൊത്തം സീറോ ആയിരിക്കണമല്ലോ. അടുത്ത രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി, രണ്ടാമത്തെ റോയുടെ ലീഡിങ് എൻട്രി, അയാൾക്ക് താഴോട്ടുള്ള എല്ലാവരും പൂജ്യമായിരിക്കുക. ഇങ്ങോട്ട് എന്ത് വേണോ ആകാം, നെവർ മൈൻഡ്.
അടുത്ത മൂന്നാമത്തെ റോയിലേക്ക് പോകുന്നു. അവിടെ സീറോ ദാ ഇവിടെ വന്നു, ആദ്യത്തെ നോൺ സീറോ എൻട്രി. നാലാമതാണ് ആദ്യത്തെ നോൺ സീറോ എൻട്രി വന്നത്. അതിന് താഴോട്ടുള്ള എല്ലാം എന്തായിരിക്കണം? പൂജ്യമായിരിക്കണം. എന്നിട്ട് തൊട്ടടുത്ത റോയുടെ ലീഡിംഗ് എൻട്രി മുകളിലത്തെ റോയുടെ വലത് ഭാഗത്തേക്ക് താഴത്തെ റോയുടെ ലീഡിംഗ് എൻട്രി വരാൻ പാടുള്ളൂ. അപ്പോ അടുത്ത നോൺ സീറോ, അപ്പൊ ഇതൊക്കെ സീറോ ആയിരിക്കണം. ഇവിടെയും സീറോ ആയിരിക്കണം. സീറോ സ്റ്റാർ എക്സെട്ര. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എക്കലന്റ് ഫോം ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. എക്കലന്റ് ഫോം ഓഫ് എ മെട്രിക്സ്. ഓരോ റോയിലെയും ആദ്യത്തെ നോൺ സീറോ എൻട്രി അതിന്റെ ലീഡിംഗ് എൻട്രിയാണ്. ലീഡിംഗ് എൻട്രിയുടെ താഴോട്ടുള്ള എല്ലാ എൻട്രികളും സീറോ ആയിരിക്കണം. താഴത്തെ റോയുടെ ലീഡിംഗ് എൻട്രി മുകളിലത്തെ റോയുടെ ലീഡിംഗ് എൻട്രിയുടെ വലത് ഭാഗത്തായിരിക്കണം. താഴത്തെ റോയുടെ ലീഡിംഗ് എൻട്രി മുകളിലത്തെ റോയുടെ ലീഡിംഗ് എൻട്രിയുടെ വലത് ഭാഗത്തായിരിക്കണം. ഇതാണ് എക്കലന്റ് ഫോം. ഇതാണ് നമ്മുടെ എക്കലന്റ് ഫോം. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് റെഡ്യൂസ്ഡ് എക്കലന്റ് ഫോം. എന്താണ് റെഡ്യൂസ്ഡ് എക്കലന്റ് ഫോം? വളരെ സിമ്പിൾ ആണ്. ഞാനിവിടെ നോൺ സീറോ എൻട്രി, ലീഡിംഗ് എൻട്രി എന്ന് പറഞ്ഞായിരുന്നല്ലോ. ലീഡിംഗ് എൻട്രി നിർബന്ധമായും 1 ആയിരിക്കണം. എന്തായിരിക്കണം? ലീഡിംഗ് എൻട്രി നിർബന്ധമായും 1 ആയിരിക്കണം. ഇവിടെ ലീഡിംഗ് എൻട്രി നോൺ സീറോ ആയിരിക്കണമെന്നേ ഉള്ളൂ. നോൺ സീറോ എന്ന് വെച്ചാൽ 2 വരാം, 3 വരാം, 2/3 വരാം, 0.5 വരാം, ആര് വേണോ വരാം. പക്ഷെ റെഡ്യൂസ്ഡ് എക്കലന്റ് ഫോമിൽ നിർബന്ധം അങ്ങനെയല്ല. എന്താണ്? ലീഡിംഗ് എൻട്രി നിർബന്ധമായും എന്തായിരിക്കണം? 1 ആയിരിക്കും. അപ്പോൾ ലീഡിംഗ് എൻട്രി നിർബന്ധമായും 1, താഴോട്ടുള്ള എല്ലാം 0. ലീഡിംഗ് എൻട്രി നിർബന്ധമായും 1, താഴോട്ടുള്ള എല്ലാം 0. റെഡ്യൂസ്ഡ് എക്കലന്റ് ഫോം തന്നെയാണ്, പക്ഷെ ലീഡിംഗ് എൻട്രി എല്ലാം 1 ആയിരിക്കണം. മാത്രമല്ല ലീഡിംഗ് എൻട്രിയുടെ താഴെയുള്ള ആൾക്കാർ മാത്രമല്ല, മുകളിലുള്ള ആൾക്കാരും 0 ആയേ പറ്റത്തുള്ളൂ. ലീഡിംഗ് എൻട്രിയുടെ താഴെയുള്ള ആൾക്കാർ മാത്രം 0 ആയാൽ പോരാ, ലീഡിംഗ് എൻട്രിയുടെ മുകളിലുള്ള ആൾക്കാരും 0 ആയിരിക്കണം. ഞാൻ പറഞ്ഞ ലീഡിംഗ് എൻട്രിയുടെ മുകളിലുള്ള ആൾക്കാരാണ്. ലീഡിംഗ് എൻട്രിയുടെ മുകളിലോട്ടുള്ള ആൾക്കാർ. ഇത് ലീഡിംഗ് എൻട്രി അല്ല. ആദ്യത്തെ നോൺ സീറോ ടേം ഇയാളാണ്. ഇയാളുടെ മുകളിലോട്ടുള്ള ആൾക്കാരും 0 ആയിരിക്കണം. താഴോട്ടുള്ള ആൾക്കാർ മാത്രം പോരാ, മുകളിലോട്ടുള്ള ആൾക്കാരും എന്തായിരിക്കണം? 0 ആയിരിക്കണം. മുകളിലോട്ടുള്ള ആൾക്കാരും 0 ആയിരിക്കണം. ഇതാണ് നമ്മുടെ നിർബന്ധം. ഇതാണ് ഇയാളുടെ റെഡ്യൂസ്ഡ് എക്കലന്റ് ഫോം. ഇവിടെ 5 വരാൻ പാടില്ല. പാടില്ലായിരുന്നു. 0 0 0 0 0 0 0. ഇതാണ് റെഡ്യൂസ്ഡ് എക്കലന്റ് ഫോം. അതിനുശേഷം നമുക്ക് വരുന്നതാണ് നോർമൽ ഫോം. എന്താണ് ഒരു മെട്രിക്സിന്റെ നോർമൽ ഫോം? മക്കളെ, റെഡ്യൂസ്ഡ് എക്കലന്റ് ഫോം ആയല്ലോ. റെഡ്യൂസ്ഡ് എക്കലന്റ് ഫോമിൽ നിന്ന് കുറച്ചുകൂടെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ചുകൂടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതിനു ശേഷം ഒരു ഐഡന്റിറ്റി മെട്രിക്സിനെ ഒരു സൈഡിൽ ഒപ്പിച്ചെടുക്കും. ഐഡന്റിറ്റി മെട്രിക്സിന് പുറത്തോട്ടുള്ള എല്ലാം 0 ആയിരിക്കണം. ഈ ഫോമാറ്റിൽ മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ ഫോമായി. അതായത് ഫോർ എക്സാമ്പിൾ 1 0 0 0 1 0 0 0 1. ഇവിടെ ഒരു ഐഡന്റിറ്റി മെട്രിക്സിനെ സൈഡിൽ ഒപ്പിച്ചു. അതിനുശേഷം ബാക്കിയുള്ള എല്ലാം, ഇനിയിപ്പോ ബാക്കിയുള്ളത് എത്രയാണോ അവരെല്ലാവരും 0 ആയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞ നോർമൽ ഫോം. നോർമൽ ഫോമിൽ എന്താണ്? ലീഡിംഗ് എൻട്രി എല്ലാം 1 ആണ്. മാത്രമല്ല മുകളിലുള്ള ലീഡിംഗ് എൻട്രിയുടെ തൊട്ട് വലത് ഭാഗത്ത്, ഇതുപോലെ അങ്ങ് എവിടെയോ മാറി വലത് ഭാഗത്തല്ലേ ഇരിക്കുന്നത്, തൊട്ട് വലത് ഭാഗത്ത് തന്നെ അടുത്ത റോയിലെ ലീഡിംഗ് എൻട്രി ഉണ്ടായിരിക്കും. അത് 1 ആയിരിക്കും. ലീഡിംഗ് എൻട്രി എല്ലാം 1 ആയിരിക്കും. മുകളിലോട്ടും താഴോട്ടുള്ള എല്ലാം 0 ആയിരിക്കും.
അതിനുശേഷം ഇവിടെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് സ്വാഭാവികമായും ജനറേറ്റ് ചെയ്യും. ആ ഐഡന്റിറ്റി മെട്രിക്സിന്റെ വലത്തോട്ടും താഴേക്കും സൈഡിലേക്കുള്ള എല്ലാം സീറോകളായിരിക്കും. ഈ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഒരു മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ഫോം ഓഫ് മെട്രിക്സ്. അപ്പൊ മെട്രിക്സിന്റെ എക്കലൻ ഫോം, റെഡ്യൂസ്ഡ് എക്കലൻ ഫോം, നോർമൽ ഫോം കഴിഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു മെട്രിക്സ് എന്നിട്ട് അയാളെ എക്കലൻ ഫോമിലോട്ടോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലോട്ടോ അല്ലെങ്കിൽ നോർമൽ ഫോമിലേക്കോ ആക്കാൻ പറയും. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഓപ്പറേഷൻസ് ആണ് ഞാൻ മുകളിൽ പറഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒരു ഒരു റോയിനെ അല്ലെങ്കിൽ ഒരു കോളത്തിനെ നിങ്ങൾക്ക് ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി എന്താണ്? ഏതെങ്കിലും രണ്ട് റോകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. ഏതെങ്കിലും ഒരു റോയിനെ എന്തെങ്കിലും സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മറ്റൊരു റോ അല്ലെങ്കിൽ മറ്റൊരു കോളമായിട്ട് ആഡ് ചെയ്യാം. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ മെട്രിക്സിനെ എക്കലൻ ഫോമിലേക്ക്, റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലേക്ക്, നോർമൽ ഫോമിലേക്കൊക്കെ മാറ്റേണ്ടി വരും. ഇതാണ് നമ്മുടെ ജോലി. കഴിയും. ഓക്കെ. ഇനി ഫൈനലായിട്ട് ഒരു ഡെഫിനേഷനും കൂടെ കഴിയുമ്പോൾ ഈ പാഠം തന്നെ കഴിഞ്ഞു, ഈ യൂണിറ്റ് തന്നെ കഴിഞ്ഞു. നമ്പർ ഓഫ് non-zero rows in the echelon form of a matrix is called the rank of a matrix. ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്താണ്? നിങ്ങൾ ആ മെട്രിക്സിന്റെ എക്കലൻ ഫോം കണ്ടുപിടിക്കുക. ആ എക്കലൻ ഫോമില് ഒരു റോ മീൻസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സീറോ അല്ലാത്ത റോകളുടെ എണ്ണം എടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് സീറോ അല്ലാത്ത ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് സീറോ ആകുന്ന വെച്ചാൽ ആ റോയിലെ എല്ലാ എൻട്രി സീറോ ആവുക എന്നാണ്. കംപ്ലീറ്റ് ആയിട്ട് സീറോ അല്ലാത്ത റോകളുടെ എണ്ണം എടുക്കുക. ആ എണ്ണമാണ് മെട്രിക്സിന്റെ റാങ്ക്. കഴിഞ്ഞു. ആ എണ്ണമാണ് ഒരു മെട്രിക്സിന്റെ റാങ്ക്. കഴിഞ്ഞു. ശരി, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു തിയറം കൂടെ പറയാം. ഇഫ് ക്യാപിറ്റൽ എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് റാങ്ക് എൻ, റാങ്ക് എൻ അല്ല, ഓർഡർ എൻ. അതായത് എ എന്ന് പറയുന്നത് ഒരു n/n സ്ക്വയർ മെട്രിക്സ് ആണ്. ദെൻ റാങ്ക് ഓഫ് എ ഈക്വൽ ടു n if and only if A is non-singular. A ഒരു 3/3 മെട്രിക്സ് ആണ്. അതിന്റെ റാങ്ക് 3 ആകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതിന്റെ ഡിറ്റർമിനന്റ് 0 അല്ലാതിരിക്കണം. ഒരു 5/5 മെട്രിക്സ്, അതിന്റെ റാങ്ക് 5 തന്നെ ആകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് നോൺ സിംഗുലർ ആയിരിക്കണം, അത് സിംഗുലർ അല്ലാതിരിക്കണം. ഇവിടെ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് തിയറമാണ് പുള്ളി. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാൻ പോവാം. ഫൈൻഡ് the rank of capital A equal to 2, 5 minus 3 minus 4, 2, 5 minus 3 minus 4, 4, 7 minus 4 minus 3, 4, 7 minus 4 minus 3, 6, 9 minus 5, 2,
6 9 minus 5 2, 6 9 minus 5 2, 0 minus 9 6 5, 0 minus 9 6 5, 0 minus 9 6 5, 0 minus 9 6 5. ഈ പുള്ളിയുടെ റാങ്ക് കണ്ടുപിടിക്കണം. ആ റാങ്ക് കണ്ടുപിടിക്കാൻ എനിക്ക് എന്ത് ചെയ്തേ മതിയാവൂ? ഇയാളെ എക്കലൻ ഫോമിലേക്ക് മാറ്റണം. അതിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന 3 ഓപ്പറേഷൻ എന്തൊക്കെയാണ്? എനിക്കൊരു റോയിലെ എന്തെങ്കിലും സ്കെയിലർ റൂട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്തെന്താണ്? 2 റോകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. ഒരു റോയിനെ എന്തെങ്കിലും ഒരു സ്കെയിലർ റൂട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മറ്റൊരു റോയുമായിട്ട് ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നോക്കാമേ. ആദ്യത്തെ റോയിലേക്ക് പോകും. അതിൽ ആദ്യത്തെ നോൺ സീറോ എൻട്രിയെ സെലക്ട് ചെയ്തു. ഇതാണ് ആ റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി. ഇയാളെ എക്കലൻ ഫോമിലേക്ക് ആക്കണമെങ്കിൽ ഈ നോൺ സീറോ എൻട്രിക്ക് താഴോട്ടുള്ള എല്ലാവരെയും 0 ആക്കണം. ഇയാളെ തന്നെ ഉപയോഗിച്ചാണ് താഴോട്ടുള്ള ആൾക്കാരെ 0 ആക്കുന്നത്. നോക്കണേ, 4നെ 0 ആക്കാൻ ഇയാളെ 2 കൊണ്ട് ഗുണിക്കുമ്പോ 4 ആവുമല്ലോ. എന്നിട്ട് 4 മൈനസ് 4 ചെയ്താൽ പോരെ. 4 മൈനസ് 4 ചെയ്താൽ പോരെ. അതായത് R2-വിൽ നിന്ന് R2 അതാണ് 4 R2 4ആണ്. R1 അത് 2ആണ്. 2നെ 2 കൊണ്ട് ഗുണിക്കുക, 4 ആവും. തമ്മിൽ കുറയ്ക്കുക. R2 ചേഞ്ചസ് ടു R2 മൈനസ് 2 ഇൻറ്റു R1. നോക്കണേ, ഒരു റോയിനെ 2 കൊണ്ട് ഗുണിച്ച് മറ്റൊരു റോയിൽ നിന്ന് കുറയ്ക്കാം, കൂട്ടാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതാണ് ചെയ്തത്. നമ്മുടെ ഫോക്കസ് പക്ഷെ ഈ എലമെന്റ് ആയിരുന്നു. പക്ഷെ ആ എലമെന്റിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. എലമെന്ററി റോ ഓപ്പറേഷൻ അതിനെ അനുവദിക്കില്ല. ഒരു റോയിന് മുഴുവനായിട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കി ഇയാളെ നശിപ്പിച്ച് കളയാൻ ഞാൻ ഇവരെ എല്ലാവരെയും കൂട്ടുപിടിച്ചു. അല്ലാതെ നിവർത്തിയില്ല. ഒരാൾ മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. ആ എലമെന്റിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 ആവും. 4ൽ നിന്ന് അയാളെ കുറച്ചാൽ 0 ആവും. ആ ബോധം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു എലമെന്റിന് മാത്രം ചെയ്യാൻ പറ്റില്ല. ആ റോയ്ക്ക് മുഴുവനായിട്ട് ചെയ്തു. 4 മൈനസ് 2 ഇൻറ്റു 2, അതായത് R2 മൈനസ് 2 ഇൻറ്റു R1. കഴിഞ്ഞില്ല. ഇതേ സമയം എനിക്ക് താഴോട്ടുള്ള ഈ 6നെയും 0 ആക്കണം. 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6 ആവും, കുറച്ചാൽ 0 ആകും. അപ്പോ R3 കിടക്കുന്ന സ്ഥലത്താണ്, മൂന്നാമത്തെ റോ കിടക്കുന്ന സ്ഥലത്താണ് 6 കിടക്കുന്നത്. ഞാന് ആദ്യത്തെ റോയിനെ 3 കൊണ്ട് ഗുണിച്ചു. 2 ഇൻറ്റു 3 6. 6 മൈനസ് 6 0. R3ക്ക് ചേഞ്ച് കൊടുക്കുന്നു. എനിക്ക് ആ എലമെന്റ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. R3-യിൽ നിന്ന് 3 കൊണ്ട് ഗുണിച്ച R1-നെ കുറയ്ക്കുന്നു. അപ്പൊ ഇയാൾ 0 ആയിക്കോളും. താഴത്തെ ആൾ ഓൾറെഡി 0ആണ്. അയാളെ ഇനിയും 0 ആക്കാൻ ഞാൻ മെനക്കെടേണ്ട ആവശ്യമില്ല. അപ്പൊ അവർ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത കാര്യം ഞാൻ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ റോയ്ക്ക് ഞാനിവിടെ ഒരു മാറ്റവും സജസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആദ്യത്തെ റോയിനെ അതേ പടി തന്നെ ഞാൻ എഴുതി. ഇയാളെ 2 കൊണ്ട് ഗുണിച്ചു. ആദ്യത്തെ റോയിനെ 2 കൊണ്ട് ഗുണിച്ചു. R2-ൽ നിന്ന് കുറച്ചു. 2 മൈനസ് 2 4. 4 മൈനസ് 4 0. അത്ഭുതത്തോടെ കാണണ്ട, ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ആ ഓപ്പറേഷൻ തന്നെ ഡിഫൈൻ ചെയ്തത്. അപ്പൊ 0 ആകത്തുള്ളൂ. ഇനി 7 മൈനസ് 2 ഇൻറ്റു 5, 7. R2 7ആണ്. R1 5 ആണ്. അപ്പോ R2 മൈനസ് 2 ഇൻറ്റു R1. 7 മൈനസ് 2 ഇൻറ്റു 5, 7 മൈനസ് 10 മൈനസ് 3. അടുത്ത R2 മൈനസ് 4 മൈനസ് 2 ഇൻറ്റു മൈനസ് 3. മൈനസ് 4 പ്ലസ് 6 2. അടുത്ത R3 മൈനസ് 3 മൈനസ് 2 ഇൻറ്റു R1 മൈനസ് R1. മൈനസ് 3 പ്ലസ് 8 5. ഇനി അടുത്ത് ഇവിടെയാണ്. R3ക്ക് എന്താണ് ചേഞ്ച് പറയുന്നത്? R3-യിൽ നിന്ന് 3 കൊണ്ട് ഗുണിച്ച് R1 കുറയ്ക്കുക. 6 മൈനസ് 3 ഇൻറ്റു 2, 6 മൈനസ് 3 ഇൻറ്റു 2, 6 മൈനസ് 6 0. അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. അത് കണ്ടിട്ടാണ് ഓപ്പറേഷൻ തന്നെ ഡിഫൈൻ ചെയ്തത്. 0 ആയേ പറ്റത്തുള്ളൂ.
അടുത്ത 9. 9 -3 × 5 9 - 3 × 5 9 - 15 9 - 15 -6. അടുത്ത -5 -5 -5 -3 × -3 -5 + 9 -5 + 9 4. ആൻഡ് ഇവിടെ 2 - 3 × -4 2 + 12 14 2 + 12 14. R4 നാലാമത്തെ റോയ്ക്ക് ഞാൻ യാതൊരുവിധ പണിയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അയാളെ അതേപോലെ തന്നെ എഴുതുന്നു. 0 -9 6 5. റോ ഓപ്പറേഷൻ ചെയ്തു. നമ്മൾ ആദ്യത്തെ ലീഡിംഗ് എലമെന്റ് കണ്ടുപിടിച്ചു. അയാളെ ഉപയോഗിച്ച് താഴോട്ടുള്ള എല്ലാവരെയും ഞാൻ പൂജ്യമാക്കി. ഇനി നമ്മൾ രണ്ടാമത്തെ റോയിലേക്ക് സഞ്ചരിക്കുന്നു. രണ്ടാമത്തെ റോയിലെ ലീഡിംഗ് എൻട്രി സെലക്ട് ചെയ്തു. അയാൾക്ക് താഴോട്ടുള്ള എല്ലാവരെയും പൂജ്യമാക്കി. ഞാൻ പൂജ്യമാക്കി. പൂജ്യമാക്കണം. പൂജ്യമാക്കിയെന്നല്ല, പൂജ്യമാക്കണം. നോക്കുക, -6നെ -3 കൊണ്ട് എങ്ങനെ നശിപ്പിച്ച് കളയാം? -3നെ 2 കൊണ്ട് ഗുണിക്കുക, -6 ആകും. -6 - -6 പൂജ്യമായിക്കോളും. -6 കിടക്കുന്ന R3യിലാണ്. അപ്പൊ R3ക്ക് മാറ്റം വരുന്നു. എന്താണ് R3ക്ക് മാറ്റം വരുന്നത്? R3യിൽ നിന്ന് 2 കൊണ്ട് ഗുണിച്ച R2 കുറയ്ക്കുക. -3 × 2. നോക്കിക്കോ, ലീഡിംഗ് എലമെന്റ് കൊണ്ടാണ് താഴോട്ടുള്ളവരെ പൂജ്യമാക്കിയത്. ആ നേരത്തെ സ്റ്റെപ്പിലും അതാണ്. ലീഡിംഗ് എലമെന്റ് ഫിക്സ് ചെയ്തിട്ട് അയാളെ ഉപയോഗിച്ചാണ് അയാളുടെ താഴോട്ടുള്ള ആൾക്കാരെ പൂജ്യമാക്കിയത്. ശ്രദ്ധിക്കുക, -3 കൊണ്ട് -6നെ എങ്ങനെ പൂജ്യമാക്കാം? -3നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ -6 ആകും. എന്നിട്ട് -6 - -6 ചെയ്യുമ്പോൾ -6 + 6 ആവും, പൂജ്യമാവും. ഇനി -3 കൊണ്ട് -9നെ എങ്ങനെ നശിപ്പിച്ച് കളയാം? R4ന് ചേഞ്ച് എന്ത് ചെയ്താൽ മതി? -3നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ അത് -9 ആയിക്കോളും. എന്നിട്ട് -9ൽ നിന്ന് -9 കുറയ്ക്കുക. -9 -9 -9 + 9 0 ആയിക്കോളും. അപ്പൊ നമ്മൾ ഓപ്പറേഷൻ പറഞ്ഞു. എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ചെയ്തു. പക്ഷെ ആ എലമെന്റിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. റോ ഓപ്പറേഷൻ ആയിട്ടാണ് ഞാൻ എഴുതിയത്. ആദ്യത്തെ റോയ്ക്ക് യാതൊരുവിധ ചേഞ്ച് പറഞ്ഞിട്ടില്ല. അയാളെ അതുപോലെ എഴുതി. രണ്ടാമത്തെ റോയ്ക്കും യാതൊരുവിധ ചേഞ്ച് പറഞ്ഞിട്ടില്ല. അയാളെയും അതുപോലെ എഴുതി. മൂന്നാമത്തെ റോയ്ക്ക് ചേഞ്ച് ഉണ്ട്, നോക്കാം. R3 0 -2 × 0 0 -2 × 0 0. നോക്കണേ, ലീഡിംഗ് എലമെന്റ് ഉപയോഗിച്ച് തന്നെ താഴോട്ടുള്ള ആൾക്കാരെ പൂജ്യമാക്കിയത് കൊണ്ടാണ് ഓൾറെഡി പൂജ്യമായത് വീണ്ടും പൂജ്യമായി തന്നെ വരുന്നത്. ഇയാളെങ്ങാനും ഇപ്പൊ ഓൾറെഡി പൂജ്യമാക്കിയതൊക്കെ പൂജ്യമാകാതിരുന്നു കഴിഞ്ഞാൽ, പൂജ്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ, നമ്മൾ ഈ എടുത്ത പണിയെല്ലാം വെറുതെ ആവും. തൊട്ടു മുമ്പേ എടുത്ത പണിയെല്ലാം വെറുതെ ആവും. ആദ്യത്തെ റോയിലെ ലീഡിംഗ് എൻട്രി തീരുമാനിച്ച് താഴോട്ടുള്ള ആൾക്കാരെയൊക്കെ പൂജ്യമാക്കിയില്ലേ, അതൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് എപ്പോഴും ഫോളോ ചെയ്യുക. ലീഡിംഗ് എൻട്രി സെലക്ട് ചെയ്ത് അയാളെ ഉപയോഗിച്ച് വേണം അയാൾക്ക് താഴോട്ടുള്ള എല്ലാം പൂജ്യമാക്കാൻ. ഇതിപ്പോ 0 - 2 × 0 0 -6 - 2 × -3 -6 + 6 0 ആവത്തുള്ളൂ. കാരണം നമ്മുടെ ഓപ്പറേഷൻ വരെ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി 4 × -2 × 2 4 × -2 × 2 4 - 4 0. അടുത്ത 14 × 2 - 5 14 × 2 - 5 14 - 10 14 - 10 4. ഇനി അടുത്ത R4 0 - 3 × 0 0 - 3 × 0 0. അടുത്ത -9 - 3 × -3 -9 - -3 × 3. അപ്പോ -9 + 9 ആകും, 0 ആകും. ഓൾറെഡി അത് ഉപയോഗിച്ചാണ് ഈ ഓപ്പറേഷൻ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അടുത്ത 6 - 3 × 2 6 - 3 × 2 6 - 6 0. ആൻഡ് ഫൈനലി 5 - 3 × 5 5 - 3 × 5 5 - 10 5 - 10
5 മൈനസ് 15 -10 കഴിഞ്ഞു. ഡൺ ഡൺ. അപ്പൊ നമ്മൾ ലീഡിങ് എൻട്രി എടുത്തു, താഴോട്ടുള്ള എല്ലാവരെയും പൂജ്യമാക്കി. ഇനി അടുത്ത് മൂന്നാമത്തെ റോയിലേക്ക് വരിക. അയാളുടെ ലീഡിങ് എൻട്രി എടുക്കുക. അയാൾക്ക് താഴോട്ടുള്ള ആളെ പൂജ്യമാക്കുക. 4 ഉപയോഗിച്ച് -10 പൂജ്യമാക്കണം. മക്കളെ, 4 ഇൻറ്റു 5 ചെയ്താൽ 20 ആകും. -10 ഇൻറ്റു 2 ചെയ്താൽ -20 ആകും. അതായത് 5 ഇൻറ്റു 4 ചെയ്താൽ 5 ഇൻറ്റു 4, അത് കിടക്കുന്ന റോ R3 ആയതുകൊണ്ടാണ് 5 ഇൻറ്റു R3 ചെയ്താൽ 20 ആകും. പ്ലസ് 2 ഇൻറ്റു R4 ചെയ്താൽ -20 ആകും. +20 -20 ആകുമ്പോൾ 0 ആയിക്കോളും. ഇതാണ് R4ന്റെ ചേഞ്ച്. R4 കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? R4 കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് R3യെ 5 കൊണ്ട് ഗുണിക്കുക, അപ്പൊ അത് 20 ആകും. R2നെ 2 കൊണ്ട് ഗുണിക്കുക, അപ്പൊ -20 ആവും. എന്നിട്ട് തമ്മിൽ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോ R4ന് ചേഞ്ച് വരും. ഇത് അവസാനത്തെ ഓപ്പറേഷൻ ആണ്. എലമെന്ററി ഓപ്പറേഷൻ ആണ്. ഏതെങ്കിലും ഒരു റോയിനെ ഏതെങ്കിലും സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാൻ, അത് തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ രണ്ട് റോയിനെ ഏതൊക്കെ സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാണെന്നേ ഉള്ളൂ. സോ ആ പറഞ്ഞത് വെച്ചിട്ട് ആദ്യത്തെ റോയ്ക്ക് ചേഞ്ച് ഇല്ല. 2 5 -3 -4. അടുത്ത 0 -3 2 5. R3ക്കും ചേഞ്ച് ഇല്ല. 0 0 0 4. അടുത്ത 5 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 0 0. 5 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 0 0. 5 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 0 0. അടുത്ത 4 ഇൻറ്റു 5 20 പ്ലസ് 2 ഇൻറ്റു -10 20 -20 0. കളി കഴിഞ്ഞു. ഇവിടെ നമ്പർ ഓഫ് നോട്ട്സ് എക്കലോൺ ഫോം ആയി. ലീഡിംഗ് എൻട്രി താഴോട്ടുള്ള എല്ലാം 0. താഴത്തെ റോയുടെ ലീഡിംഗ് എൻട്രി മുകളിലത്തെ റോയുടെ ലീഡിംഗ് എൻട്രിയുടെ വലത് ഭാഗത്ത് കിടപ്പുണ്ട്. അതിന് തൊട്ട് താഴെയുള്ള റോയുടെ ലീഡിംഗ് എൻട്രി മുകളിലുള്ള ആളുടെ വലത് ഭാഗത്ത് കിടപ്പുണ്ട്. താഴോട്ടുള്ള എല്ലാം, ലീഡിംഗ് എൻട്രിയുടെ താഴോട്ടുള്ള എല്ലാം 0. അപ്പൊ നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ഇത് മുഴുവൻ 0 ആണോ? അല്ല. ഇത് മുഴുവൻ 0 ആണോ? അല്ല. ഇത് മുഴുവൻ 0 ആണോ? അല്ല. ഇത് മുഴുവൻ 0 ആണോ? ആണ്. അപ്പൊ നമ്പർ ഓഫ് നോൺ സീറോ റോസ് അഥവാ റാങ്ക്, നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ എക്കലൺ ഫോം ഓർ റാങ്ക് ഈക്വൽ ടു 3. ഈ മെട്രിക്സിന്റെ റാങ്ക് 3 ആണ്. ഇതൊരു 4x4 മെട്രിക്സ് ആണ്. 4x4 മെട്രിക്സ് ആണ്. അയാളുടെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അയാളുടെ റാങ്ക് ഉറപ്പായിട്ടും എന്നായിരിക്കും? ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ഉറപ്പായിട്ട് റാങ്ക് എന്നായിരിക്കും. റാങ്ക് n ആണെങ്കിൽ അയാളുടെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ഇവിടെ നോക്കണം, ഇയാളുടെ റാങ്ക്, ഇതൊരു 4x4 മെട്രിക്സ് ആയിരുന്നു. ഇയാളുടെ റാങ്ക് 4x4 ആയില്ല, വെറും 3 ആയിട്ടുള്ളൂ. 4x4 ആയില്ല, വെറും 3 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഡിറ്റർമിനന്റ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. നോൺ സീറോ ഡിറ്റർമിനന്റ് ആണോ? എന്തുണ്ടാവും? ഫുൾ റാങ്ക് ഉണ്ടാവും. ഫുൾ റാങ്ക് n/n ആയിരിക്കും റാങ്ക്. പക്ഷെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണോ? ഒരു കാരണവശാലും മെട്രിക്സിന്റെ റാങ്ക് n ആവില്ല. കഴിയും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാം. ഞാൻ ഒരു മെട്രിക്സിനെ അതിന്റെ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്.
ഒരു മെട്രിക്സിനെ അയാളുടെ നോർമൽ ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു മെട്രിക്സിനെ അയാളുടെ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. റെഡ്യൂസ് റെഡ്യൂസ് ദ മെട്രിക്സ് reduce the matrix 1021 1021 2132 2132 1313 1313 to normal form to normal form to normal form and find its rank നോർമൽ ഫോം എന്താണെന്ന് അറിയാം. അപ്പൊ നേരെ നമ്മൾ കാര്യത്തിലേക്ക് പോകുന്നു. ഇയാളുടെ ലീഡിങ് എൻട്രി എല്ലാം 1 ആക്കുകയും വേണം, മുകളിലോട്ടും താഴോട്ടുള്ള ആൾക്കാരെല്ലാം 0 ആക്കുകയും വേണം. അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ മെട്രിക്സ് എഴുതി. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് 1021 2132 1313. ലീഡിങ് എൻട്രി 1 ആണ്. അയാൾ ഉപയോഗിച്ച് താഴോട്ടുള്ള എല്ലാവരെയും 0 ആക്കണം. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ റോയിൽ 2 കിടക്കുന്നു. ആദ്യത്തെ റോയിലെ 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 ആവും. തമ്മിൽ കുറച്ചാൽ മതി. അതായത് R2 ചേഞ്ചസ് ടു R2 മൈനസ് 2 ഇൻറ്റു R1. ആദ്യത്തെ റോയിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 ഇൻറ്റു 2 2 ആവും. 2 മൈനസ് 2 0 ആകും. ഇനി മൂന്നാമത്തെ റോ ആണെങ്കിൽ 1ഉം 1ഉം ആണ്. തമ്മിൽ കുറച്ചാൽ മതി, 0 ആയിക്കോളും. R3 മൈനസ് R1 1 മൈനസ് 1 0. ആ എലമെന്റിനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ഓൾ റോയ്ക്കുള്ള ഓപ്പറേഷൻ എഴുതുന്നതെന്ന് ഓർമ്മ വേണം. അപ്പോ നമ്മൾ ക്യാപിറ്റലേക്ക് സിമിലർ ആയിട്ടുള്ള മെട്രിക്സ് എഴുതുന്നു. ആദ്യത്തെ റോയ്ക്ക് യാതൊരുവിധ മാറ്റവും ഇല്ല, 1021. രണ്ടാമത്തെ റോയ്ക്ക് ഇയാളെ 2 കൊണ്ട് ഗുണിക്കുന്നു, 1 ഇൻറ്റു 2 2 മൈനസ് 2 0. ഇയാളെ 2 കൊണ്ട് ഗുണിക്കുന്നു 0, 1 മൈനസ് 0 1. ഇയാളെ 3 കൊണ്ട് ഗുണിക്കുന്നു 2 മൈനസ് 2 4, 3 മൈനസ് 4 മൈനസ് 1. ഇവിടെ 2 1 ഇൻറ്റു 2 2 2 മൈനസ് 2 0. അടുത്ത 1 മൈനസ് 1 0, 3 മൈനസ് 0 3, 1 മൈനസ് 2 1 മൈനസ് 2 മൈനസ് 1, 1 മൈനസ് 2 മൈനസ് 1, 3 മൈനസ് 1 3 മൈനസ് 1 2 എഴുതി. ഇനി അടുത്ത ലീഡിങ് എൻട്രിയെ നോക്കുക. അടുത്ത ലീഡിങ് എൻട്രി ഭാഗ്യവശാൽ അതും 1 തന്നെ. 1 ആയില്ലായിരുന്നെങ്കിൽ നമ്മൾ ആക്കേണ്ടി വന്നേനെ. ഇനിയിപ്പോ 5 ആണെങ്കിൽ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അങ്ങനെ 1 ആയിക്കോളുമല്ലോ. ഇപ്പൊ എന്തായാലും ലീഡിങ് എൻട്രി 1 ആണ്. ഇവിടെ നമുക്ക് താഴോട്ടുള്ള ആൾക്കാരെ മാത്രം 0 ആക്കിയാൽ പോരാ, മുകളിലോട്ടുള്ള ആൾക്കാരെയും 0 ആക്കണം. അത് ആൾറെഡി 0 ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഞാൻ 1 ഉപയോഗിച്ച് 3നെ 0 ആക്കുകയാണ്. 1 ഉപയോഗിച്ച് 3നെ 0 ആക്കുകയാണ്. R3 changes to R3 minus 3 into R2. 1നെ അഥവാ R2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3 ആവും. 3 മൈനസ് 3 0 ആയിക്കോളും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എ വീണ്ടും എഴുതുകയാണ്. ആദ്യത്തെ റോയ്ക്ക് മാറ്റമൊന്നുമില്ല, രണ്ടാമത്തെ റോയ്ക്ക് മാറ്റമൊന്നുമില്ല, 0. രണ്ടാമത്തെ റോയ്ക്ക് മാറ്റമില്ല, മൂന്നാമത്തെ റോയ്ക്ക് മാറ്റമുണ്ട്. 0 മൈനസ് 3 ഇൻറ്റു 0, 0 മൈനസ് 3 ഇൻറ്റു 0 0, 3 മൈനസ് 3 ഇൻറ്റു 1, 3 മൈനസ് 3 ഇൻറ്റു 1, 3 മൈനസ് 3 0, മൈനസ് 1 മൈനസ് 1 മൈനസ് 3 ഇൻറ്റു മൈനസ് 1, മൈനസ് 1 പ്ലസ് 3 2. അടുത്ത 2 മൈനസ് 3 ഇൻറ്റു 0, 2 മൈനസ് 3 ഇൻറ്റു 0 2. കഴിഞ്ഞു. ഇനി നമ്മൾ മുകളിൽ താഴോട്ടുള്ള ആൾക്കാരെല്ലാം 0 ആക്കി. ഇനി അടുത്ത റോയിൽ പോകണം, അവിടുത്തെ ലീഡിങ് എൻട്രി കാണണം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, അത് 1 അല്ല പകരം 2 ആണ്. 1 അല്ല പകരം 2 ആണ്. നമുക്ക് നോർമൽ ഫോമിലേക്ക് ലീഡിങ് എൻട്രി എല്ലാം 1 ആകണമെന്നുള്ള നിർബന്ധമുണ്ട്.
Therefore ഞാനൊരു കടുങ്കൈ ചെയ്യുകയാണ്. R3 ചേഞ്ചസ് ടു 1/2 ഇൻറ്റു R3. സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ആയാലും. അപ്പോൾ ഇവരെ മുഴുവനും 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1/3 1/3 അല്ല 1/2 ഇൻറ്റു R3. ആദ്യത്തെ റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല, രണ്ടാമത്തെ റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല. ഇനി മൂന്നാമത്തെ റോ 0 ഇൻറ്റു 1/2 0, 0 ഇൻറ്റു 1/2 0, 2 ഇൻറ്റു 1/2 1, 2 ഇൻറ്റു 1/2 1. കിട്ടി. ലീഡിങ് എൻട്രി 1 കിട്ടി. ഇനി അതിന് മുകളിലോട്ടുള്ള എല്ലാവരെയും പൂജ്യമാക്കണം. അയാൾക്ക് മുകളിലുള്ള എല്ലാവരെയും പൂജ്യമാക്കണം. അതായത് R2 ചേഞ്ചസ് ടു R2 പ്ലസ് R1, R1 അല്ല R3, R2 പ്ലസ് R3, ആൻഡ് R3 ചേഞ്ചസ് ടു സോറി, R3 അല്ല R1 ചേഞ്ചസ് ടു. ഇയാളും കൂടെ കൂട്ടി വെച്ചാൽ പൂജ്യമാവും. അടുത്ത R1 ചേഞ്ചസ് ടു R1 മൈനസ് 2 ഇൻറ്റു R3. ഇയാൾ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇയാൾ 2 ആവും. 2 മൈനസ് 2 0 ആയിക്കോളും. അപ്പോൾ നമ്മൾ ചെയ്യാണ് A is similar to, ആദ്യത്തെ റോയ്ക്ക് ചേഞ്ച് ഉണ്ട്. 1 മൈനസ് 2 ഇൻറ്റു 0, 1 മൈനസ് 2 ഇൻറ്റു 0 1. അടുത്ത 0 മൈനസ് 2 ഇൻറ്റു 0, 0 മൈനസ് 2 ഇൻറ്റു 0 0. 1 ഇൻറ്റു 2 2, 2 മൈനസ് 2, 2 മൈനസ് 2 0. ഇനി അടുത്ത 1 മൈനസ് 2 ഇൻറ്റു 1, 1 മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 1, 1 മൈനസ് 1 മൈനസ് 2 ഇൻറ്റു 1, 1 മൈനസ് 2 ഇൻറ്റു 1, ദാറ്റ് ഇസ് മൈനസ് 1. കറക്റ്റ്. R2 ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്. 0 പ്ലസ് 0 0, 1 പ്ലസ് 0 1, മൈനസ് 1 പ്ലസ് 0 0, ആൻഡ് 0 പ്ലസ് 1 1, 0 0 1 1. കഴിഞ്ഞു. നിങ്ങളുടെ മെട്രിക്സ് റെഡ്യൂസ്ഡ് എക്കലൻ ഫോമിലായി. ഇവിടെ വെച്ച് നിങ്ങൾക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ 3. പക്ഷെ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട് നോർമൽ ഫോമാണ് അവർക്ക് ആവശ്യമുള്ളത്. അതായത് ഈ ഐഡന്റിറ്റി മെട്രിക്സ് ഒഴിച്ച് ബാക്കി നിൽക്കുന്ന ഇവര് മുഴുവനും 0 ആയിരിക്കണം. നോക്കാം എങ്ങനെ അവരെ മുഴുവനും 0 ആക്കാൻ നോക്കാം. ഒറ്റ സ്റ്റെപ്പിലാണ് നമ്മൾ 0 ആക്കാൻ പോകുന്നത്. C4 ചേഞ്ചസ് ടു, എവിടെ? അവസാനത്തെ കോളം C4. അവനായിരുന്നല്ലോ പ്രശ്നം. C4 ചേഞ്ചസ് ടു -1നെ 0 ആക്കാൻ ഇതിന്റെ അതേ റോയിലുള്ള 1 കൊണ്ട് ആഡ് ചെയ്താൽ മതി. C1 പ്ലസ്. അതേസമയം രണ്ടാമത്തെ 1നെ അകറ്റാൻ C2 കൊണ്ട് മൈനസ് ചെയ്താൽ മതി. കാരണം C2ല് 1 ഉണ്ട്, രണ്ടാമതുണ്ട്. മൂന്നാമത്തെ 1നെ അകറ്റാൻ C3ലെ 1 കൊണ്ട് കുറച്ചാൽ മതി. Therefore, capital A is similar to 1 0 0 0 1 0 0 0 1 0 0 1 0 0 0. അതായത് 1 മൈനസ് 0 പ്ലസ് C4, പ്ലസ് C4. 1 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് മൈനസ് 0 0, 0 പ്ലസ് 1 0, മൈനസ് 1 പ്ലസ് 0 പ്ലസ് 1 0 കിട്ടും. 0 മൈനസ് 0 മൈനസ് 1 പ്ലസ് 1 0.
അപ്പോ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇയാള് നോർമൽ ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ നോർമൽ ഫോം കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി എലമെന്ററി റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ കഴിയും. എലമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ച് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സും കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. യൂസിങ് elementary operations find the inverse of എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ആരുടെ ഇൻവേഴ്സ് 253 മെട്രിക്സ് 253 മെട്രിക്സ് 253 123 123 253 123 108 253 123 108. എലമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യുക, പുള്ളിക്കാരന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ മെട്രിക്സ് എ എഴുതുക. നമുക്കറിയാവുന്ന കാര്യം ഐ ഇൻറ്റു എ ചെയ്താൽ എ അല്ലേ കിട്ടത്തുള്ളൂ, ഇല്ലേ? നമുക്കറിയാം ഐ ഈക്വൽ ടു എ ഐ ഇൻറ്റു എ. ഇത് ഞാൻ എഴുതി വെച്ചു. അതിനുശേഷം എയുടെ വാല്യൂ ഞാൻ കൊടുക്കുകയാണ്. എ നമുക്കറിയാം 2 5 3 1 2 3 1 0 8. എനിക്കറിയാം മെട്രിക്സ് ഇയാളാണ്. ഐഡന്റിറ്റി മെട്രിക്സ് ഞാൻ 3x3 ഐഡന്റിറ്റി മെട്രിക്സ് ആണ് എടുക്കേണ്ടത്, കാരണം ഇത് 3x3 ആണല്ലോ. അതുകൊണ്ട് അതേ ഓർഡറിൽ തന്നെ എടുക്കും. ഇൻറ്റു ക്യാപിറ്റൽ എ. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് ഈ മെട്രിക്സിനെ നോർമൽ ഫോമിലേക്ക് മാറ്റും. ഇവിടെ എന്ത് ചെയ്യുന്നോ അത് ഇപ്പത്തെ ഐഡന്റിറ്റി മെട്രിക്സിന് ഞാൻ ചെയ്യും. ഇവിടെ ഞാൻ എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നോ ആ ഓപ്പറേഷൻ ഞാൻ ഇവിടെയും ചെയ്യും. നോക്കാം. ഇവിടെ ആദ്യം തന്നെ ലീഡിങ് എൻട്രി 1 ആവണം. ഇവിടെ 2 ആണ്. 1 ആവണം, 2 ആണ്. പക്ഷെ പേടിക്കണ്ട, താഴെ 2 പേരുണ്ട് 1 ആയിട്ട്. 2 പേരുണ്ട് 1. നമുക്ക് റോയിനെ ഇന്റർചേഞ്ച് ചെയ്യാമല്ലോ. ഇന്റർചേഞ്ച് ചെയ്യുന്നു. R3 ഇന്റർചേഞ്ചിങ് വിത്ത് R1. താഴത്തെ റോ എടുത്ത് മുകളിലിടുന്നു, മുകളിലത്തെ റോ എടുത്ത് താഴെ ഇടുന്നു. അപ്പോ 108 മുകളിൽ വന്നു. നടുക്കുള്ളയാൾ അവിടെ തന്നെ കിടക്കും, മാറ്റമൊന്നുമില്ല. മുകളിലുള്ളയാൾ താഴെ. ഇവിടെ എന്താണോ ചെയ്യുന്നത് അത് ഇവിടെയും ചെയ്തോളണം. മുകളിലുള്ളയാൾ താഴെ എത്തി, താഴോട്ടുള്ളയാൾ മുകളിലെത്തി. നടുക്കുള്ളയാൾക്ക് മാറ്റമില്ല. ഒരിക്കലും ഇത് മറന്നു പോകരുത്. ഇവിടെ എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നോ അത് ഇപ്പുറത്തും ചെയ്യണം. ക്യാപിറ്റലെ കല്ല് പോലെ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ലീഡിങ് എൻട്രി 1 ആയി. അയാളെ ഉപയോഗിച്ച് താഴോട്ടുള്ള ആളെ 0 ആക്കുന്നു. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. 1ൽ നിന്ന് 1 കുറച്ചാൽ മതിയല്ലോ, 0 ആവുമല്ലോ. അടുത്ത R3 ചേഞ്ചസ് ടു R3 മൈനസ് R3 2 ആണ്. 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 ആവും. 2 മൈനസ് 2 അപ്പൊ 2 ഇൻറ്റു R1. R2 മൈനസ് 2 ഇൻറ്റു R1. R1നെ 2 കൊണ്ട് ഗുണിക്കുക, അപ്പൊ 2 ആവും. എന്നിട്ട് R3 നിന്ന് കുറയ്ക്കുക, 0 ആയിക്കോളും. അപ്പൊ താഴോട്ടുള്ള 2 പേരും 0 ആകാനുള്ള വഴികൾ നമ്മൾ എഴുതി വെച്ചു. ഇനി അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആദ്യത്തെ റോയ്ക്ക് യാതൊരു വിധ ചേഞ്ചും ഇല്ല. 108. ഇവിടെ 001. ഇവിടെ ചെയ്യുന്ന എന്താണ്, അത് ഇപ്പുറത്തും ചെയ്യണം. അടുത്തെന്താണ്, R2 മൈനസ് R1. 1 മൈനസ് 1 0. 2 മൈനസ് 0 2. 3 മൈനസ് 5 3 മൈനസ് 8 3 മൈനസ് 8 മൈനസ് 5.
അടുത്ത 0 - 0 0, 1 - 0 1, 0 - 1 - 1. അടുത്തിവിടെ 2 കൊണ്ട് ഗുണിച്ച് കുറയ്ക്കാൻ 2 - 2 × 2 2 - 2 - 1, 2 - 2 × 1 2 - 2 - 1, 2 - 2 - 2 0, 5 - 2 × 0, 5 - 2 × 0, 5 - 2 0, 5 - 0 3 - 2 × 8, 3 - 16, 3 - 16 -13. അടുത്ത 1 - 2 × 0 1, 0 - 2 × 0 0, 0 - 2 × 0 0, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0 - 2 × 1 -2, 0
0 - 2 - 1 -2. ഇപ്പോഴത്തെ നമ്മൾ മെട്രിക്സ് ക്യാപിറ്റലിൽ എന്തൊക്കെ ഉപദ്രവം ചെയ്യുന്നോ ആ ഉപദ്രവം എല്ലാം നമുക്ക് ഇവിടെ വേണം. അതിന് ഒരു എന്തില്ല, ദാക്ഷിണ്യവും ഇല്ല, നമുക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി അടുത്ത ലീഡിങ് എൻട്രിയെ സെലക്ട് ചെയ്തു. അയാൾക്ക് മുകളിലോട്ടുള്ളത് 0 ആണ്, സന്തോഷം. താഴോട്ടുള്ള ആളെയും കൂടെ 0 ആക്കണം. പക്ഷെ അതിനു മുമ്പേ ഇയാളെ 1 ആക്കണമായിരുന്നു. നേരത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ കിട്ടാൻ സാധ്യതയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ മാറ്റുന്നില്ല, അവസാനം ചെയ്യാം. അയാളെ 1 ആക്കണമെന്നല്ലേ ഉള്ളൂ, നമുക്കത് അവസാനം ചെയ്യാം. ഇപ്പൊ 2 സഹിക്കാം. 2 ഉപയോഗിച്ച് 5-നെ 0 ആക്കണം. 2 ഉപയോഗിച്ച് 5-നെ 0 ആക്കണം. 2-ന്റെ 5-ന്റെ LCM 10. 2-നെ 5 കൊണ്ട് ഗുണിക്കുക 10 ആവും. 5-നെ 2 കൊണ്ട് ഗുണിക്കുക 10 ആവും. കുറച്ചാൽ മതി. അപ്പോ R2 ചേഞ്ചസ് ടു 5 ഇൻറ്റു R2 10 ആയി. 2 ഇൻറ്റു R3 10 ആയി. തമ്മിൽ കുറച്ചാൽ മതി. ആദ്യത്തെ റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല, അയാൾ അതേപോലെ എഴുതി 0 0 1. രണ്ടാമത്തെ റോയ്ക്ക് ചേഞ്ച് ഉണ്ട്. 5 - 0 രണ്ടാമത്തെ റോയ്ക്ക് ചേഞ്ച് ഉണ്ട്. 5 ഇൻറ്റു 0 - 2 ഇൻറ്റു 0. 5 ഇൻറ്റു 0 - 2 ഇൻറ്റു 0 0. 5 ഇൻറ്റു 2 10 മൈനസ് 2 ഇൻറ്റു 5 10. 10 - 10, സോറി, R3-ക്കാണ് കേട്ടോ ചേഞ്ച്. ഞാൻ അറിയാതെ ചെയ്തു പോയി. R3-ക്കാണ് ചേഞ്ച്, R2-നല്ല ചേഞ്ച്. സോറി, ഒരു ആവേശത്തിന് എഴുതിപ്പോയതാണ്. ആർക്കാണ് ചേഞ്ച്? R3-ക്കാണ് ചേഞ്ച്. കാരണം താഴോട്ടുള്ള ആളാണല്ലോ 0 ആക്കേണ്ടത്, മറ്റേ ആളെ സംരക്ഷിക്കണമല്ലോ. സോറി. ശരി, അപ്പോ രണ്ടാമത്തെ റോയ്ക്കും ചേഞ്ച് ഒന്നുമില്ല. 0 2 -5. ഇവിടെയും 0 1 -1. ഇനി ഇവിടെ 5 ഇൻറ്റു 0 - 2 ഇൻറ്റു 0 0. 5 ഇൻറ്റു 2 10 മൈനസ് 2 ഇൻറ്റു 5 10. 10 - 10 0. -5 ഇൻറ്റു 5 -25 -25 -2 ഇൻറ്റു -13 പ്ലസ് 26. അപ്പോ -25 പ്ലസ് 26 1 ഇവിടെ ചെയ്ത എന്ത് ഓപ്പറേഷൻ ആണോ അതെനിക്ക് ഇവിടെയും ചെയ്യേണ്ട ബാധ്യതയുണ്ട്. 5 ഇൻറ്റു 0 മൈനസ് 2 ഇൻറ്റു 3, 2 ഇൻറ്റു 1. 5 ഇൻറ്റു 0 മൈനസ് 2 ഇൻറ്റു 1 -2. 5 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 0. 5 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 0 5. 5 ഇൻറ്റു -2 മൈനസ് -2. 5 ഇൻറ്റു -1 -5 -2 ഇൻറ്റു -2 -5 പ്ലസ് 4, അതായത് -1. ഇവിടെ അടുത്ത ലീഡിങ് എൻട്രി 1 കിട്ടി. ഇയാൾ ഉപയോഗിച്ച് മുകളിലോട്ടുള്ള എല്ലാവരെയും 0 ആക്കണം. R1 ചേഞ്ചസ് ടു, ഇയാളെ 8 കൊണ്ട് ഗുണിക്കുമ്പോ 8 ആവും. 8-ന്ന് 8 കുറച്ചാൽ മതി. R1 മൈനസ് 8 ഇൻറ്റു R3. R2-ന് ചേഞ്ച് വരും. ഇയാൾ 5 കൊണ്ട് ഗുണിച്ചാൽ മതി, 5 ആവും. എന്നിട്ട് ഇയാൾ തൊട്ട് കൂട്ടിയാൽ മതി. -5 പ്ലസ് 5 0 ആയിക്കോളും. R2 ചേഞ്ചസ് ടു R2 പ്ലസ് 5 ഇൻറ്റു R3. അപ്പൊ അവർ പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നു. 1 - 8 ഇൻറ്റു 0 1. 0 - 8 ഇൻറ്റു 0 0. 8 - 8 ഇൻറ്റു 1 8 - 8 0.
ഈക്വൽ ടു ഇവിടെയും ചെയ്യണം. 0-8 × -2 0-8 × -2 +16 0-8 × 5 0-8 × 5 -8 × 5 -40 1 മൈനസ് -8 × -1 1 +8 9. രണ്ടാമത്തെ റോയ്ക്കും ചേഞ്ച് ഉണ്ട്. 0 + 5 × 0 0 + 5 × 0 0 2 + 5 × 0 2 + 5 × 0 2 -5 + 5 × 1 -5 + 5 × 1 0. അടുത്ത 0 -5 × -2 0 + 5 × -2 -10 1 + 5 × 5 1 + 5 × 5 1 + 25 is 26. അടുത്ത -1 + 5 × -1 -1 -5 -1 -5 -6. മൂന്നാമത്തെ റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല. 0 0 1 0 0 1 -2 -5 -1. നോർമൽ ഫോമിലാക്കാനാണ് പറഞ്ഞത്. ലീഡിംഗ് എൻട്രി 1 താഴോട്ടുള്ള എല്ലാം 0. ലീഡിംഗ് എൻട്രി 1 ആയിട്ടില്ല. ഈ കാര്യത്തിൽ തീരുമാനമാക്കണമല്ലോ. 2-നെ 1 ആക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 2-നെ 1 ആക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. R2 ചേഞ്ചസ് ടു 1/2 × R2. അവസാനം എളുപ്പമായിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണ് എളുപ്പമായിട്ട് വരുന്നത്. 1 0 0 0/2 2/2 0/2. ഇവിടെ 16 -40 9 10 -10/2 -5 26/2 13 -6/2 -3 0 0 1 0 0 1. അടുത്ത -2 -5 -1. നിങ്ങൾ ഈ കണ്ടുപിടിച്ചതാണ് മെട്രിക്സിന്റെ ഇൻവേഴ്സ്. ഈ ഇരിക്കുന്നതാണ് മെട്രിക്സിന്റെ ഇൻവേഴ്സ്. A ഇൻവേഴ്സ് × A ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയത് കണ്ടോ? A ഇൻവേഴ്സ് × A ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയത് കണ്ടോ? അപ്പോ നിങ്ങളുടെ A ഇൻവേഴ്സ് എന്ന് പറയുന്നത് 16 -40 9 -5 13 -3 -2 -5 -1. നമുക്കങ്ങനെ എന്ത് കിട്ടി? എയുടെ ഇൻവേഴ്സ് നമുക്ക് കിട്ടി. 16 -40 9 -5 13 -3 -5 13 -3 -2 -1. ഓക്കെ, അപ്പോ നമ്മുടെ മെട്രിക്സ് റെഡിയായി. ആളുടെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. എലമെന്ററി റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഇൻവേഴ്സിലേക്ക് എത്തുന്ന രീതി ഇങ്ങനെയാണ്. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ യൂണിറ്റിൽ കാണാം. നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ മെട്രിക്സിന്റെ യൂണിറ്റുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ ടോപ്പിക് ഇസ് അബൌട്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രൂഫ് ടെക്നിക്കാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു ഫോമിൽ എഴുതിയിട്ടുണ്ട്. 1 + 2 + 3 + etc. n. നമുക്ക് ആദ്യത്തെ n നമ്പറുകളെ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ എന്നിന്റെ കൂടെ 1 കൂട്ടുക, തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിമ്പിൾ പരിപാടി. നമുക്കിപ്പോ എന്താണ്? 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10. നമുക്ക് ചെയ്യാം. 1 + 2 3 3 + 3 6 6 + 4 10 10 + 5 15 15 + 6 21 21 + 7 28 28 8 36 36 9 45 45 10 55 55 ആണ് ഉത്തരം.
നിങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കേണ്ട എന്നാണ് ഈ ഫോർമുല പറയുന്നത്. ഈ ഫോർമുല പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ആദ്യത്തെ 10 വരെയല്ലേ വേണ്ടത്. 10ന്റെ കൂടെ 10+1, 10+1 11, 11 ഗുണിക്കുക 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 5 × 11 55. കൃത്യമായിട്ട് കിട്ടി, 55 കൃത്യമായിട്ട്. 10ന് ശരിയായി, നമ്മൾ കൂട്ടിയതും കിട്ടി, ഫോർമുല ഇട്ടപ്പോൾ കിട്ടി. നമുക്കപ്പോ 100 വരെയുള്ളത് കേൾക്കണം. 100 വരെയുള്ളത്, 100 ഉള്ളത് കൺഫേം ചെയ്യാം. 100 വരെയുള്ളത് നോക്കാം. 100 എന്ന് പറയുന്നത് 100 × 100+1 101, 101 ഡിവൈഡഡ് ബൈ 2. അതായത് 5 0 5 0 5050 ആയിരിക്കും. ഫോർമുല തരുന്നത് 5050. നമുക്കിത് 1 മുതൽ 100 വരെ ഈ ഫോർമുല ശരിയാണോ എന്നറിയാൻ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റൂ? പറ്റില്ല. കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അതില് അപകടം. അപ്പൊ ഞാൻ എങ്ങനെ ഇയാൾ എല്ലാവർക്കും ശരിയാണെന്ന് തെളിയിക്കും? ഇത് 10ന് ശരിയെന്ന് മാത്രമല്ല, 10ന് ശരി, 11ന് ശരി, 1000ന് ശരി, 2000ന് ശരി, 1,00,000 ശരി, 1 കോടിക്ക് ശരി, എല്ലാവർക്കും ശരി. ഇത് ശരിയാണോ എന്ന് ഈ ലോകത്തുള്ള എല്ലാ നമ്പറിനും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. അത് എന്തല്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നൊരു കാര്യം അല്ലതാൻ. ഓക്കെ, അപ്പൊ ഈ ഫോർമുല എങ്ങനെ കൺഫേം ചെയ്യും? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗിക്കുന്നത്. ഇത് n=1 മുതൽ പിന്നെ അങ്ങോട്ട് എല്ലാവർക്കും ശരിയാണ്. അതാണ് n≥1 എന്ന് ഞാനിപ്പോ സൈഡിൽ ചേർത്തു. എന്നെ ആദ്യത്തെ ഒരാളുടെ സം എടുത്താലും ശരി, ആദ്യം 2 പേരുടെ സം എടുത്താലും ശരി, 3 പേരുടെ സം എടുത്താലും ശരി, എല്ലാവർക്കും കാര്യം ശരി. അപ്പൊ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യും? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ ബേസിക് സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സ്റ്റെപ്പ് 1. പ്രൂവ് ഫോർ ഇനീഷ്യൽ കേസ്. അതായത് ആദ്യത്തെ കേസിൽ ഇത് പ്രൂവ് ചെയ്യുക. ആദ്യത്തെ കേസ്, അതായത് മക്കളെ ഇവിടെ പറയുന്നത് n≥1 ശരിയാണെന്നല്ലേ? n=1 ശരി, 2 ശരി, 3 ശരി എന്നാണല്ലോ പറയുന്നത്. ഇനീഷ്യൽ കേസ് 1 ആണല്ലോ. 1 ബേസിക്കലി 1 ശരിയാണല്ലോ. അപ്പൊ നിങ്ങൾ ആദ്യം ഇത് 1 ശരിയാണെന്ന് തെളിയിക്കുക. ഇനീഷ്യലായിട്ട് തുടങ്ങുന്ന അവിടത്തെ ശരിയാണെന്ന് തെളിയിക്കുക. n=1 ശരിയാണെന്ന് തെളിയിക്കുക. സ്റ്റെപ്പ് 2. assume that it is true for n=k. n=kക്ക് ശരിയാണെന്ന് നിങ്ങൾ തെളിയിക്കുകയൊന്നും വേണ്ട, നമ്മൾ ഉറപ്പിക്കുക n=kക്ക് ശരിയാണ്. n=kക്ക് ശരിയാണ്. എനിക്ക് അവിടെ ആളുടെ ഉറപ്പും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളത് ഉറപ്പിക്കുന്നു, അസ്യൂം ചെയ്ത് ഉറപ്പിക്കുന്നു. ആണ്, എനിക്ക് ഇനി ആരും പറയുന്നത് കേൾക്കണ്ട എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ അത് ഉറപ്പിക്കുന്നു. ഈ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. അത് ശരിയാണ്, നമ്മൾ ഹൈപ്പോത്തസിസ് ചെയ്യുകയാണ് കേട്ടോ, വിചാരിക്കുകയാണ്. ആൻഡ് യു ഹാവ് യുവർ ഫൈനൽ സ്റ്റെപ്പ് 3. പ്രൂവ് ഫോർ k+1. കെക്ക് ശരിയാണെന്ന് അസ്യൂം ചെയ്യുക, എന്നിട്ട് അത് ഉപയോഗിച്ച് തൊട്ടടുത്ത സ്റ്റെപ്പ് k+1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക. ഇതുവഴി എന്ത് സംഭവിക്കും? ഈ കാര്യം എല്ലാവർക്കും ശരിയാണെന്ന് തെളിയിക്കപ്പെടും. തെളിയിക്കപ്പെടും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാവർക്കും ശരിയാണെന്ന് തെളിയിക്കപ്പെടുന്നത്? ഞാൻ അതിന് പറ്റിയ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. അതിന് പറ്റിയ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഞാൻ ആ എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് അവരൊരു പടം വരച്ച് ഒരു പടത്തിലൂടെ കാണിക്കുകയാണ്. മക്കളെ, ഈ ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു കൈൻഡ് ഓഫ് ബ്രിക്ക് അടുക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ബ്രിക്ക് തട്ടി വീഴുന്നു, ബാക്കി എല്ലാവരും താനെ അത് തട്ടി വീഴും. മക്കളെ, ഈ ഒരു പ്രൊസീജിയറാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ ഉപയോഗിക്കുന്നത്. നമുക്ക്
ഇഷ്ടംപോലെ ഇതുപോലെ കട്ടകൾ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടോ? ഇൻഫൈനൈറ്റ്ലി മെനി കട്ടകൾ അടുക്കി വെച്ചിട്ടുണ്ടോ? നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത് ഇയാളെ തട്ടും, എന്നിട്ട് നമ്മൾ മിണ്ടാതെ പോകും. അതുവഴി ബാക്കിയെല്ലാം വീഴുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്നത്. ഇതുപോലെയുള്ള ഗെയിംസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ട്രിക്സ് ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ ചില ഷോർട്സ് ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതെല്ലാം ആദ്യം ഒരാളെ തട്ടിയാൽ മതി എല്ലാവരും വീണിരിക്കും എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യത്തെ ആളെ തട്ടും. ആദ്യത്തെ ആൾ നിങ്ങൾ തട്ടണം. അല്ലാതെ വെറുതെ അത് കാറ്റടിച്ച് വീഴത്തൊന്നും ഇല്ല. നിങ്ങൾ ആദ്യത്തെ ആളെ തട്ടിയിരിക്കണം. അതാണ് സ്റ്റെപ്പ് 1, ഇനീഷ്യൽ കണ്ടീഷൻ. ഇനീഷ്യൽ കണ്ടീഷൻ. സ്റ്റെപ്പ് ടു എന്താണ്? അസ്യൂം കെ ഇസ് ട്രൂ. അതായത് ഇവിടെ നിങ്ങൾ ഇടയ്ക്കൊരാള് വീണു എന്ന് വിചാരിക്കുക. അങ്ങനെ അയാൾ വീണുവാണെങ്കിൽ അടുത്തെന്താണ്? K+1 ശരിയാണെന്ന് തെളിയിക്കണം. അതായത് അയാൾ വീഴുക വഴി തൊട്ടടുത്തയാളും അയാൾ കാരണം തട്ടി മറ്റേ ആളും വീഴും എന്ന് ഉറപ്പുവരുത്തുക. അതായത് ഫ്രണ്ടിലുള്ള ആള് വീണാൽ അസ്യൂം കെ അതാണ്. ഫ്രണ്ടിലുള്ള ആള് സംഭവിച്ചാൽ, ആ ഫ്രണ്ടിലുള്ള ആള് വീണാൽ അതിന്റെ തൊട്ട് ബാക്കിലുള്ള ആളും വീഴുമെന്ന് ഉറപ്പുവരുത്തുക. കെക്ക് ശരിയാണ് എങ്കിൽ K+1നും ശരിയായിരിക്കും, K+1 വീണിരിക്കും എന്ന് ഉറപ്പുവരുത്തുക. അതായത് അസ്യൂം കെ, അതായത് ഫ്രണ്ടിലുള്ള ആൾ വീണാൽ ബാക്കിലുള്ള ആളും വീണിരിക്കും എന്ന് ഉറപ്പുവരുത്തുക. അത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ആദ്യത്തെ ആളെ തട്ടിയിടും, അതിനുശേഷം എന്ത് കൂടെ ഉറപ്പുവരുത്തും? ഫ്രണ്ടിലുള്ള ആള് വീണാൽ അതുവഴി അയാളെ തട്ടി ബാക്കിലുള്ള ആള് വീണിരിക്കുമെന്ന് ഓരോ കട്ട എടുക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും? ഉറപ്പിച്ചിരിക്കും. എന്നിട്ട് ഫ്രണ്ടിലുള്ള ആളെ തട്ടി വീഴ്ത്തിയാൽ മാത്രം മതി, ബാക്കിലുള്ള എല്ലാവരും അത് കാരണം വീണിരിക്കും. നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും ഇവിടെ ചെയ്യുന്നത്. ഇതേ ട്രിക്കാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇവിടെ ചെയ്യുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 1 ശരിയാണെന്ന് നമ്മൾ തെളിയിക്കും. ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള ആർക്കെങ്കിലും ശരിയാണ് എങ്കിൽ, അസ്യൂം ഫോർ കെ, ഇതിൽ ആർക്കെങ്കിലും ഇടയിലുള്ള കെക്ക് ശരിയാണ് എങ്കിൽ അതിന് തൊട്ടപ്പുറമുള്ള K+1 ശരിയാണെന്ന് നമ്മൾ തെളിയിച്ചു വെക്കും. അതായത് 1 ശരിയാണെങ്കിൽ അതിന് തൊട്ടപ്പുറമുള്ള 2 ശരിയാവും. 2 ശരിയാണെങ്കിൽ അതിന്റെ തൊട്ടപ്പുറമുള്ള 3 ശരിയാവും. 3 ശരിയാണെങ്കിൽ തൊട്ടപ്പുറമുള്ള 4 ശരിയാവും. അങ്ങനെ അതിനുശേഷമുള്ള എല്ലാവർക്കും അതുവഴി ശരിയായിക്കൊണ്ടിരിക്കും. ഇറ്റ് ഇസ് ലൈക്ക് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഇത് ലൂപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. 1 ശരിയാണെങ്കിൽ 2 ശരിയായി, 2 ശരിയാണെങ്കിൽ 3 ശരിയായി, 3 ശരിയാണെങ്കിൽ 4 ശരിയായിരിക്കും, ആൻഡ് സോ ഓൺ. നമ്മള് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും, നാട്ടിലുള്ള നാച്ചുറൽ നമ്പറിനെല്ലാം ഇത് ശരിയാണെന്ന് തെളിയിക്കേണ്ട ആവശ്യം വരുന്നില്ല. നാട്ടിലുള്ള എല്ലാവർക്കും ശരിയാണെന്ന് തെളിയിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡൺ. ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ ജനറൽ കൺസെപ്റ്റ്. ശരി, ഇനി ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഞാൻ ഈ പർട്ടിക്കുലർ കാര്യം തെളിയിക്കാൻ പോവുകയാണ്. അതായത് 1+2+3+etc+n n+1/2 ആണ് അതിന്റെ ഫോർമുല എന്ന് തെളിയിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്താണ്? ഇനീഷ്യൽ കണ്ടീഷൻ n=1 ശരിയാണെന്ന് തെളിയിക്കും. സ്റ്റെപ്പ് 1 ഞാൻ എഴുതും. വി വിൽ പ്രൂവ് ഫോർ എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ എഴുതണം. വി വിൽ പ്രൂവ് ഫോർ n=1. മക്കളെ, ആദ്യം 1 വരെയുള്ള ആൾക്കാരുടെ സം, n വരെയുള്ള ആൾക്കാരുടെ സമ്മാണ്. ഇവിടെ n 1 ആയതുകൊണ്ട് 1 വരെയുള്ള ആൾക്കാരുടെ സം അത് 1 തന്നെ. 1 വരെയുള്ള ആളുടെ സം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫോർമുലയിൽ 1 കൊടുക്കണം. കൊടുത്തു നോക്കാമേ. 1 × 1 + 1 / 2. നോക്കിയപ്പോ 1 × 2 / 2 ആ 1 തന്നെ വന്നു. സം 1 തന്നെ വന്നു. അപ്പോ therefore ട്രൂ ഫോർ n=1. n=1 കാര്യം ശരിയാണ്. ഉറപ്പിച്ചു. ഇനി നമുക്ക് സ്റ്റെപ്പ് ടു
assume that it is true for it is true for n equal to k. n equal to kക്ക് കാര്യം ശരിയാണെന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ്. അതായത് 1+2+3+എക്സെട്ര+k വരെ n equal to k ആണല്ലോ, k വരെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? kയുടെ കൂടെ k+1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ഡിവൈഡ് ചെയ്താൽ മതി, കാര്യം ശരിയായിരിക്കും. അത് ഉറപ്പാണ് കേട്ടോ, ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനെപ്പറ്റി ഇനി ചർച്ചയില്ല, അതെനിക്ക് തെളിയിക്കേണ്ട ബാധ്യതയും ഇല്ല. ഇനി സ്റ്റെപ്പ് 3, മൂന്നാമത്തെ സ്റ്റെപ്പ്. എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ്? വി വിൽ പ്രൂവ് ഫോർ n ഈക്വൽ ടു k+1. ഇതെന്റെ ബാധ്യതയാണ് കേട്ടോ. n ഈക്വൽ ടു k+1. k+1 വരെ സം ചെയ്താൽ ഈ ഫോർമുല വർക്കാവും. ദാറ്റ് ഈസ്, അതായത് തെളിയിക്കേണ്ട കാര്യം ഞാൻ എഴുതുകയാണ് കേട്ടോ. 1+2+3+k+k+1. k കഴിഞ്ഞാണല്ലോ k+1, അതാണ് ഞാൻ എഴുതിയത്. k+k+1 സം ചെയ്യാൻ എന്ത് ചെയ്യണം? k+1 വരെയല്ലേ സം ചെയ്തത്? k+1 ഇൻറ്റു k+1 കൂടെ ഒന്നുകൂടെ കൂട്ടണം, അതാണ് ഫോർമുല. n ഇൻറ്റു n+1. k+1+1 ഡിവൈഡഡ് ബൈ 2 ആണെന്ന് തെളിയിക്കണം. അതായത് k+1 ഇൻറ്റു k+1+1 എന്താണ്? k+2 ആണ് ഡിവൈഡഡ് ബൈ 2 ആണെന്ന് ഇത് തെളിയിക്കണം. ഞാൻ പറഞ്ഞു ഇത് അസംഷൻ ആണ്, ഇത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കില്ല. പക്ഷേ ഇതെനിക്ക് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പൊ ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണ്. 1+2+3+എക്സെട്ര+k+k+1 എടുത്തു. തൊട്ടു മുമ്പേ നമ്മുടെ അസംഷനിൽ എന്താണ് മക്കളെ പറയുന്നത്? 1 മുതൽ k വരെ അവരുടെ സമ്മിന്റെ ഫോർമുല എന്താണ്? k ഇൻറ്റു k+1/2. 1 മുതൽ k വരെയുള്ള സമ്മല്ലേ ഇതിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നത്. ഒരു k+1 അധികമായിട്ടുണ്ട്, കിടന്നു. പക്ഷെ 1 മുതൽ k വരെയുള്ള സമ്മല്ലേ ഇവിടെ കിടക്കുന്നത്. ദാ കിടക്കുന്നു. അയാളുടെ ഫോർമുല ഇതാണെന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതെടുത്ത് ഇവിടെ കൊടുത്തു. +k+1. ഞാൻ നിങ്ങളോട് പറഞ്ഞു അസംഷൻ ഉപയോഗിച്ച് വേണം മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രൂവ് ചെയ്യാൻ. അതെ, ഞാൻ അസംഷൻ ഉപയോഗിച്ചിരിക്കുകയാണ്. കണ്ടോ, അസംഷൻ ഉപയോഗിച്ചു. ഡൺ. എന്നിട്ട് നമ്മളൊരു ഫ്രാക്ഷൻ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്തു. k ഇൻറ്റു k+1+2 ഇൻറ്റു k+1 ഡിവൈഡഡ് ബൈ 2. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ k+1 കോമൺ ആണ്. അപ്പൊ ന്യൂമറേറ്ററിൽ k+1 ഞാൻ കോമൺ എടുത്തു. ബാക്കി ഇവിടെ ഒരു k ഉണ്ടാകും, ബാക്കി ഇവിടെ ഒരു +2 ഉണ്ടാകും, ഡിവൈഡഡ് ബൈ 2. നോക്കൂ, ഇതല്ലേ എനിക്ക് തെളിയിക്കാനുണ്ടായിരുന്നത്. ഞാൻ ദാ ഇവിടെ എഴുതി വെച്ചു. എനിക്ക് തെളിയിക്കേണ്ടത് ഇതാണ് എന്ന് ലക്ഷ്യമൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതാണ് എനിക്ക് തെളിയിക്കേണ്ടത്. ഞാൻ തെളിയിച്ചു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തു. അസംഷൻ ഉപയോഗിച്ച് ഇവിടെ 1+2+എക്സെട്ര+k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ ഒരു സിംപ്ലിഫിക്കേഷൻ നടത്തി. എനിക്ക് വേണ്ട ഉത്തരത്തിലേക്ക് ഞാൻ എത്തി. മൂന്നാമത്തെ സ്റ്റെപ്പും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. Therefore, the result is true. ആ പറഞ്ഞ ഫോർമുല ശരിയാണ്. കഴിഞ്ഞു. And this is the procedure for mathematical induction. ഈ പാഠത്തിൽ ഞാൻ ഇങ്ങനെ കുറെ ഫോർമുലകൾ നിങ്ങൾക്ക് തരും. ആ ഫോർമുലകളെല്ലാം നിങ്ങൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ശരിയാണെന്ന് തെളിയിക്കുക. അതാണ് നമ്മുടെ ജോലി. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഞാൻ തരുന്ന ഫോർമുലകളെല്ലാം, അതായത് നമ്മൾ ഓരോ നമ്പറിനും വെരിഫൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്നൊന്നും തീരില്ല. ആ ടൈപ്പുള്ള കാര്യങ്ങളെല്ലാം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ തെളിയിക്കുക. കഴിഞ്ഞു. അപ്പോൾ പാഠത്തിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇത്രയേ ഉള്ളൂ. തിയറി കഴിഞ്ഞു, എന്റെ ലക്ഷ്യം കഴിഞ്ഞു. ഇനി എനിക്ക് ഇതെല്ലാം തെളിയിക്കലാണ് എന്റെ ജോലി. അപ്പൊ നമ്മൾ അടുത്ത ഫോർമുലയിലേക്ക് പോവുകയാണ്. തെളിയിക്കേണ്ട അടുത്ത ഫോർമുല
using mathematical induction, using mathematical induction, using mathematical induction, using mathematical induction. Show that 1 plus 3 plus 5 plus etc. plus 3 plus 5 plus etc. plus 2n minus 1, 2n minus 1 equal to n squared. 2n minus 1 equal to n squared. അതായത് ഓഡ് നമ്പറുകളുടെ സം എന്ന് പറയുന്നത് n സ്ക്വയറിന് ഈക്വൽ ആണ്. മക്കളെ, ഇത് തെളിയിക്കുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓഡ് നമ്പറിന്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ 2n മൈനസ് 1 ആണ്. അതായത് ഒരു നമ്പറിന്റെ ഇരട്ടി 2, അപ്പൊ അത് ഈവൻ ആകുമല്ലോ. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഓഡ് കിട്ടും. ഓഡ് നമ്പറിന്റെ ജനറൽ ഫോമാണിത്. ഞാൻ ആ ഫോർമുല ഒന്ന് കാണിച്ചു തരാം. 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 9. ഇതിന്റെ സമ്മ് നമുക്കറിയാം. എത്രയാണ്? 1 പ്ലസ് 3 4, 4 പ്ലസ് 5 9, 9 പ്ലസ് 7 16, 16 9 25. 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ്. 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ്. 5ന്റെ സ്ക്വയർ ആണ് 25. ആ ഫോർമുലയിലും 5ന്റെ സ്ക്വയർ. പക്ഷെ ഇയാളും 9ഉം തമ്മിൽ എന്താണ് ബന്ധം? 9ഉം തമ്മിൽ എന്താണ് ബന്ധം? ആ ബന്ധമാണ് ഈ അവസാനം എഴുതിയിരിക്കുന്നത്. കേട്ടോ, 9നെ 2 ഇൻറ്റു 5 മൈനസ് 1 എന്ന് എഴുതാം. 10 മൈനസ് 1 2 ഇൻറ്റു 5 മൈനസ് 1 എന്ന് എഴുതാം. അതായത് ഏറ്റവും അവസാനത്തെ ആളെ 2 ഇൻറ്റു സംതിങ് മൈനസ് 1 എന്ന് എഴുതുമല്ലോ. ആ സംതിങ്ങിന്റെ സ്ക്വയർ ആയിരിക്കും ഓഡ് നമ്പറുകളുടെ സം. ഇപ്പൊ ഞാൻ പറയുന്നു 1 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് ഒരു 21 എഴുതി. 21 എന്ന് പറയുന്നത് 21ന്റെ കാര്യം മാത്രമേ ഉള്ളൂ. 21 എന്ന് പറയുന്നത് 22 മൈനസ് 1 22 എന്ന് പറയുന്നത് 2 ഇൻറ്റു 11 മൈനസ് 1. അപ്പൊ എന്റെ എൻ വാല്യൂ എന്തോന്ന്? 11. അപ്പൊ 11ന്റെ സ്ക്വയർ ആണ് ഇയാളാണ്. 11ന്റെ സ്ക്വയർ എന്തോന്ന്? 121. 121. ഇയാളുടെ സമ്മ 121. വീണ്ടും ഒരു ചോദ്യം കൂടെ ചുമ്മാ ഞാൻ ചെയ്യാം. 1 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 51. 51ന്റെ കാര്യം സൈഡിൽ എഴുതാം. 51 ഈക്വൽ ടു എന്താണ്? 50 മൈനസ് 1. അതായത് 2 ഇൻറ്റു 25 മൈനസ് 1. അതായത് നമ്മുടെ എൻ വാല്യൂ എന്തോന്ന്? 25. അപ്പൊ ഈ വാല്യൂ എന്താണ്? 25ന്റെ സ്ക്വയർ 625 എന്നാണ് ഈ ഫോർമുല പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വെച്ച് ഈ ഫോർമുല മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫോർമുല അണ്ടർസ്റ്റാൻഡ് ചെയ്യലാണ് ആദ്യത്തെ ഭാഗം. പിന്നെ ഫോർമുല അണ്ടർസ്റ്റാൻഡ് ചെയ്തു ബാക്കി. ശരി, അപ്പൊ നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് 1. we will prove for n equal to 1. അതായത് ആദ്യം n equal to 1. n equal to 1 എന്ന് പറയുമ്പോൾ 2 into 1 minus 1. 2 into 1 minus 1. അത് 1 ആണല്ലോ. 2 into 1 minus 1 1. അപ്പൊ 1 വരെയുള്ള സം എടുക്കുക. 1 വരെ. അത് 1 മാത്രമേ ഉള്ളൂ. 1 equal to 1 സ്ക്വയർ തന്നെയല്ലേ? ഫോർമുല വർക്ക് ആവുന്നില്ലേ? 1 equal to 1 സ്ക്വയർ തന്നെയല്ലേ? 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഗുണം 1 മൈനസ് 1. ആ എന്നിന്റെ സ്ഥാനത്ത് എന്ത് കിടക്കുകയാണ്? 1ന്റെ സ്ക്വയർ എഴുതി. n ഈക്വൽ ടു 1ന് കാര്യം ശരിയാണ്. സ്റ്റെപ്പ് 2. we will prove for we will sorry we are sorry assume that it is true for n equal to k ക്ക് കാര്യം ശരിയാണ് നമ്മൾ ഉറപ്പിക്കുകയാണ്.
അപ്പൊ n ഈക്വൽ ടു കെ കൊടുക്കുകയാണെങ്കിൽ 1 + 3 + 5 പ്ലസ് എക്സെട്ര പ്ലസ് 2k - 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ. നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്, അസംഷൻ ആണ് ഉറപ്പിച്ചു, ഇതിൽ എനിക്ക് ഡൗട്ട് ഇല്ല. ഇയാൾ ഉപയോഗിച്ച് വേണം അടുത്തത് എനിക്ക് പ്രൂവ് ചെയ്യാൻ. സ്റ്റെപ്പ് 3 we will prove for n ഈക്വൽ ടു k + 1. n ഈക്വൽ ടു k + 1 ഈ കാര്യം ശരിയാണെന്ന് തെളിയിക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ തെളിയിക്കേണ്ട കാര്യം ഒന്ന് എഴുതി വെച്ചേക്കാം. 1 + 3 + 5 പ്ലസ് എക്സെട്ര പ്ലസ് 2k - 1 ദ ഹോൾ സ്ക്വയർ. കെ കൊടുക്കുമ്പോ ഇതാണ് കിട്ടുന്നത്. ഒരു കെ സ്ക്വയർ ഇട്ടു, സോറി അറിയാതെ ഇട്ടുപോയതാണ് കേട്ടോ. സ്ക്വയർ ഇവിടെ ഇല്ല, സ്ക്വയർ അപ്പുറത്താണല്ലോ. സ്ക്വയർ ഇവിടെ ഇല്ല, സ്ക്വയർ അപ്പുറത്താണ്. ഇവിടെ ഇട്ടുപോയ സ്ക്വയർ ഇവിടെ ഇല്ല, സ്ക്വയർ അപ്പുറത്താണ്. ഓക്കെ, കെ വരെയുള്ള കാര്യം. ഇനി k + 1 കൊടുക്കുകയാണെ 2 × k + 1 - 1. 2 × k + 1 - 1 ഈക്വൽ ടു k + 1 സ്ക്വയർ. കെക്ക് വരെ k + 1 കൊടുക്കാൻ പറഞ്ഞു. k + 1 - 1 ദ ഹോൾ സ്ക്വയർ. ഞാൻ ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. നമുക്ക് തെളിയിക്കേണ്ടത് ഒരു വൃത്തിക്ക് കണ്ടോട്ടെ. പ്ലസ് 2k - 1 ഇൻറ്റു അടുത്തതെന്ന് പറയുമ്പോൾ 2k + 2. 2k അകത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2k + 2 - 1. 2 - 1 1 ആണ്. അപ്പൊ 2k + 1 ഈക്വൽ ടു k + 1 ദ ഹോൾ സ്ക്വയർ. ഇതാണ് എനിക്ക് തെളിയിക്കാനുള്ളത്. തെളിയിക്കാനുള്ള കാര്യത്തിന്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണെ 1 + 3 + 5 പ്ലസ് എക്സെട്ര പ്ലസ് 2k - 1 പ്ലസ് 2k + 1 തെളിയിക്കാനുള്ള ആളുടെ ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണ്. റൈറ്റ് സൈഡിന് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. നമ്മുടെ അസംഷനിൽ ഇത്രയും ആൾക്കാരുടെ സംഭവം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് k സ്ക്വയർ. ബാക്കി എന്റെ കയ്യിൽ 2k + 1 കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് k + 1 ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുലയാണ്. k + 1 ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുലയാണ് k സ്ക്വയർ + 2 × 1 × k + 1 സ്ക്വയർ. ഫോർമുലയാണ്. കഴിഞ്ഞു. ഇതായിരുന്നു തെളിയിക്കാനുണ്ടായിരുന്നു. എഴുതി വെച്ചത് തെളിയിക്കണമെന്നായിരുന്നു. ഞാൻ തെളിയിച്ചു. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി ആ നേരത്തെ എഴുതിയ ഫോർമുല ശരിയാണെന്ന് തെളിയിക്കാൻ പറ്റി. ഡൺ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് നമ്മളത് തെളിയിച്ചു. ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോവാണ്. വീണ്ടും പ്രോബ്ലം. ഇത് ഒറ്റ തിയറിയാണ്, പിന്നെ ബാക്കിയെല്ലാം ഒരേ പ്രോബ്ലമാണ്. പ്രൂഫാണ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചിട്ട് കമ്പ്യൂട്ടർ ലോജിക്കുമായി വളരെ ബന്ധമുള്ള കാര്യമാണ് പ്രൂഫ്. കാര്യങ്ങളാണ് പ്രൂഫുകൾ. നിങ്ങളുടെ ലോജിക്ക് കറക്റ്റ് ആകണമെങ്കിൽ ഈ പ്രൂഫുകളുടെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവരെല്ലാവരും. നെക്സ്റ്റ്, പ്രൂവ് 1³ + 2³ + 3³ + എക്സെട്ര + n³. അതായത് നാച്ചുറൽ നമ്പറുകളുടെ ക്യൂബിന്റെ സം. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായ കാര്യം, n × n + 1 / 2 ദ ഹോൾ സ്ക്വയർഡ്. ഈ ഫോർമുല നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടായിരിക്കും. ഇതാണ് നിങ്ങൾ തെളിയിക്കേണ്ട ഫോർമുല. ഞാൻ വേറെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ക്യൂബുകളുടെ സമ്മാണ്. ഞാൻ നേരെ ഫോർമുല കണ്ടുപിടിക്കാൻ പോവാണ്, ശരിയാണോ എന്ന് തെളിയിക്കാൻ പോവാണ്. അപ്പോ സ്റ്റെപ്പ് 1 we will prove for n equal to 1. ഇവിടെ പറഞ്ഞിട്ടില്ല n > or 1 എന്ന് പറയേണ്ടതായിരുന്നു, പറഞ്ഞിട്ടില്ല, സാരമില്ല. n equal to 1 കാര്യം ശരിയാണെന്ന് തെളിയിക്കാൻ പോകുന്നു. അപ്പൊ n equal to 1, അപ്പൊ 1³ എടുത്താൽ മതി. n ഫോർമുല ഇടുന്നേ 1 × 1 + 1 / 2 ദ ഹോൾ സ്ക്വയർ. അതായത് 1 × 2 / 2 ദ ഹോൾ സ്ക്വയർ. 2 × 2 വെട്ടിപ്പോവും, 1 സ്ക്വയർ ആവും. 1 സ്ക്വയർ എന്താണ്? 1 തന്നെ. കൃത്യം. 1³ 1 തന്നെയല്ലോ.
അപ്പൊ n ഈക്വൽ ടു 1 കാര്യം ശരിയാണ്. n ഈക്വൽ ടു 1 കാര്യം ശരിയാണ്. ഇനി നമ്മൾ സ്റ്റെപ്പ് 2 പോകുന്നു. നമ്മുടെ അസംഷൻ assume that it is true for n ഈക്വൽ ടു k. n ഈക്വൽ ടു kക്ക് കാര്യം ശരിയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. അപ്പോ എഴുതി വെക്കുകയാണ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് k ക്യൂബ് ഈക്വൽ ടു k ഇൻറ്റു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പ് 3 പോവാണ്. സ്റ്റെപ്പ് 3 we will prove for n ഈക്വൽ ടു k പ്ലസ് 1. k പ്ലസ് 1 കാര്യം ശരിയാണ്, നമ്മൾ തെളിയിക്കും. അപ്പൊ ഞാൻ എന്താണ് തെളിയിക്കേണ്ടതെന്ന് എഴുതി വെക്കുകയാണ്. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് ദാറ്റ് ഇസ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് k ക്യൂബ് പ്ലസ് k പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. k പ്ലസ് 1 വരെ പോണേ, k കഴിഞ്ഞിട്ടാണ് k പ്ലസ് 1 ഈക്വൽ ടു kക്ക് പകരം k പ്ലസ് 1 കൊടുക്കണേ. k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർഡ്. അപ്പൊ ഈ സൈഡ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 k പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അപ്പോ ഞാൻ എപ്പോഴത്തെ പോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ എടുക്കുകയാണ്. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് k ക്യൂബ് പ്ലസ് k പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. ഇത്രയും പേരുടെ സമ്മിന്റെ ഫോർമുല നമുക്ക് അറിയാമല്ലോ, അത് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. k ഇൻറ്റു k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് k പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. k പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. ഞാൻ ഈ 2 ഇവിടെ ഉള്ളത് കൊണ്ട്, 2 അല്ല സത്യം പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പൊ ഞാൻ അവിടെ 4 ഉള്ളത് കൊണ്ട് 4നെ അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു k പ്ലസ് 1 ദ ഹോൾ ക്യൂബ്, k പ്ലസ് 1 ദ ഹോൾ ക്യൂബ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതുകയാണ്. 2 സ്ക്വയർ ആണ് 4 ആയത്. ഹോൾ സ്ക്വയർ ഉണ്ടായിരുന്നു, 2നടക്കം സ്ക്വയർ ഉണ്ടായിരുന്നു, 4 ആയി. അപ്പോ ന്യൂമറേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറേറ്റർ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ k സ്ക്വയർ k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു k പ്ലസ് 1 ദ ഹോൾ ക്യൂബ് മറന്നുപോയി, ക്യൂബ് ഡിവൈഡഡ് ബൈ 4. നമ്മുടെ ന്യൂമറേറ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഉണ്ട്, k പ്ലസ് 1 ദ ഹോൾ ക്യൂബ് ഉണ്ട്. ഞാൻ k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ കോമൺ എടുക്കുകയാണ്. k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ കോമൺ എടുക്കുകയാണ്. അപ്പൊ ബാക്കി ഇവിടെ k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പോയി, ഇവിടെ k സ്ക്വയറേ ഉള്ളൂ. ഇവിടെ 4 ഉണ്ട്, k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പോയി, അതായത് ഹോൾ ക്യൂബ് ഉണ്ടായിരുന്നു, 2 പേർ പുറത്തു പോയി, ഇനി ഒരാൾ മാത്രമേ ഉള്ളൂ, k പ്ലസ് 1 മാത്രമേ ഉള്ളൂ, ഡിവൈഡഡ് ബൈ 4. ഇവിടെ അകത്ത് ഞാൻ എക്സ്പാൻഡ് ചെയ്യുകയാണ്. k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4. ഇത് നോക്കിക്കഴിഞ്ഞാൽ k പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. ഈ ഇരിക്കുന്നത് k പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. അപ്പൊ ഞാൻ ഇവിടെ k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഉണ്ട്, ഇപ്പൊ k പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഉണ്ട്, ഡിവൈഡഡ് ബൈ 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറുകളെ എല്ലാം പുറത്തേക്ക് എടുക്കുമ്പോൾ k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇതല്ലേ നമ്മൾ തെളിയിക്കാൻ ആഗ്രഹിച്ച ഫോർമുല? അത് തന്നെയല്ലേ? തെളിയിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല ശരിയാണ്, ഫോർമുല പ്രൂവ് ചെയ്തു. നമ്മൾ ആ ഒരു ഫോർമുല പ്രൂവ് ചെയ്തു, കാര്യം കഴിഞ്ഞു. ഇതാണ് ഇവരെ പ്രൂവ് ചെയ്യേണ്ട മെത്തേഡ്. ഇയാളാണ്. ഇനി ഇത് ഉപയോഗിച്ച് തന്നെ മറ്റ് ടൈപ്പ് പ്രോബ്ലം, ഇത് ഒരുപാട് ടൈപ്പ് പ്രോബ്ലങ്ങളുണ്ട്, ഞാൻ അതിൽ ഒരു ടൈപ്പ് പ്രോബ്ലം കൂടെ ചെയ്യുകയാണ്. show that 2 raised to 3n
2 raised to 3 into n minus 1. 2 raised to 3 into n minus 1 is divisible by 7. Is divisible by 7. Divisible by 7 for every natural number. Every natural number n. നിങ്ങൾ ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും ഈ ഒരു വാല്യൂവിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് സൈഡിൽ ചെയ്ത് നോക്കി ഉറപ്പുവരുത്തുകയാണെ. ആദ്യം ഞാൻ എന്നിന് 1 കൊടുത്തു നോക്കുന്നു. എന്നിന് 1 കൊടുത്തു നോക്കുന്നു. 2 ഇൻറ്റു ഇപ്പൊ 1 ഞാൻ കൊടുക്കുന്നില്ല, കാരണം 1 നമ്മളെ പ്രൂഫിന്റെ ഇടയിൽ കൊടുക്കാനുള്ളതാണല്ലോ. അപ്പൊ ഞാൻ അവിടെ ചെയ്യാം. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് ഞാൻ 2 കൊടുക്കാം. 1 എന്തായാലും ഞാൻ അവിടെ ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് മാത്രം ചെയ്യുന്നില്ല. വേറെ കുഴപ്പമുള്ളതുണ്ടെന്ന് n ഈക്വൽ ടു 2 കൊടുക്കാം. അപ്പൊ 2 റേസ് ടു 3 ഇൻറ്റു 2 മൈനസ് 1, അതായത് 2 റേസ് ടു 6 മൈനസ് 1. 2 റേസ് ടു 6 കാൽക്കുലേറ്റർ നോക്കിയാൽ 64 കിട്ടും. 64 മൈനസ് 1 63. ആ 7 63 ഡിവൈഡ് ചെയ്യും, കുഴപ്പമില്ല. 7 63 ഡിവൈഡ് ചെയ്യും, കുഴപ്പമില്ല. ഇനി n ഈക്വൽ ടു 3 കൊടുക്കാം. n ഈക്വൽ ടു 3 കൊടുക്കുന്ന കടുങ്കയാണ്, എങ്കിലും ചെയ്യാം. 2 റേസ് ടു 3 ഇൻറ്റു 3. 3 ഇൻറ്റു 3 മൈനസ് 1. ഈ 3 ഇൻറ്റു 3 9ആണ്. 2 റേസ് ടു 9 മൈനസ് 1. 2 റേസ് ടു 9 എന്ന് പറഞ്ഞാൽ 512 ആണ്. 512 മൈനസ് 1 511. 511നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 511 ഡിവൈഡഡ് ബൈ 7 49 തവണ 7 തവണ, ബാക്കി 2 കിട്ടും 21. 21 എന്ന് പറയുമ്പോൾ 3 തവണ. ഡിവൈഡ് ചെയ്യാൻ പറ്റി. 7 കൊണ്ട് 511 ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ 0ആണ്. കോഷ്യന്റ് 73. അപ്പൊ 3 കൊടുത്തപ്പോ തന്നെ കണ്ടല്ലോ 512 ആയി. അപ്പൊ പിന്നെ ബാക്കി കാര്യം ഞാൻ പറയണ്ടത്. അപ്പൊ നമ്മൾ തെളിയിക്കാനുള്ള എന്താണ്? എന്നിന് നാട്ടിലുള്ള ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും ഈ വാല്യൂവിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് തെളിയിക്കാനുള്ളത്. നാട്ടിലുള്ള ഏത് നാച്ചുറൽ നമ്പർ നിങ്ങൾ ആർക്ക് കൊടുത്താലും എന്നിന് കൊടുത്താലും ആ പർട്ടിക്കുലർ വാല്യൂ 2 റേസ് ടു 3n മൈനസ് 1നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, സുഖമായി ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് തെളിയിക്കാനുള്ളത്. ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, റിമൈൻഡർ 0 ആയിരിക്കുക. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയാകുന്നത് 0 ആയിരിക്കുക. റിമൈൻഡർ 0 ആകുമ്പോഴാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ പറയുന്നു. ശരി, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നു. എങ്ങനെ ചെയ്യാം? ആദ്യം തന്നെ നമ്മുടെ സ്റ്റെപ്പ് 1 എന്താണ്? വി വിൽ പ്രൂവ് ഫോർ n ഈക്വൽ ടു 1. n ഈക്വൽ ടു 1ന് കാര്യം ശരിയാണെന്ന് തെളിയിക്കും. അപ്പൊ ഞാൻ എഴുതുന്നു 2 റേസ് ടു 3 ഇൻറ്റു 1 മൈനസ് 1. 2 ക്യൂബ് മൈനസ് 1, അതായത് 8 മൈനസ് 1 7. 7നെ ഡിവൈഡ് ചെയ്യാലോ. 7 ഡിവൈഡ്സ് 7. ദാറ്റ് ഇസ് 7 ഡിവൈഡ്സ് 2 റേസ് ടു 3 ഇൻറ്റു 1 മൈനസ് 1. കാര്യം ശരിയാണ്, ഇതല്ലേ? 2 റേസ് ടു 3n മൈനസ് 1നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്നിന് 1 കൊടുത്തപ്പോ കാര്യം ശരിയാണ്, കഴിഞ്ഞു. അപ്പൊ ഇനി സ്റ്റെപ്പ് 2 അസംഷൻ ആണ്. അസ്യൂം ദാറ്റ്. വി വിൽ എന്നൊന്നും എഴുതണ്ട. assume that it is true for n equal to k. n equal to k ക്ക് കാര്യം ശരിയാണ്. ദാറ്റ് ഇസ് n equal to k ക്ക് കാര്യം ശരിയാണെന്ന് പറഞ്ഞാൽ എന്താണ്? 2 റേസ് ടു 3 ഇൻറ്റു കെ മൈനസ് 1നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താണ്? കോഷ്യന്റ് കാണും, റിമൈൻഡർ 0 ആയിരിക്കും എന്നല്ലേ? ദാറ്റ് ഇസ് 2 റേസ് ടു 3k മൈനസ് 1നെ 7 ഇൻറ്റു സം കോഷ്യന്റ് ക്യൂ എന്ന് എഴുതാൻ പറ്റും. 7 ഇൻറ്റു ക്യൂ ബിലോങ്സ് ടു സം ഇൻറ്റിജർ. ഏതൊരു ക്യൂ, അത് ആരാണെന്ന് എനിക്ക് അറിയണ്ട. ഇപ്പൊ നമ്മള് 63 കിട്ടിയല്ലോ. 63 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 9 ആണ്. ഇപ്പൊ നമുക്ക് 512 കിട്ടിയല്ലോ. 511 കിട്ടിയല്ലോ. 511 7 ഇൻറ്റു 73 ആണ്. 7 ഇൻറ്റു എന്തെങ്കിലും ആയാൽ മതി, അതെന്താണെന്നൊന്നും എനിക്കറിയണ്ട. 7 ഇൻറ്റു എന്ന് കിട്ടിയാൽ തന്നെ ഡിവിസിബിൾ ആയി.
അതാണ് നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നത്. അപ്പൊ 7 × Q എന്ന് പുള്ളിയെ എഴുതാൻ പറ്റുമെന്ന് ഞാൻ എഴുതി വെച്ചു. സ്റ്റെപ്പ് 3. അതായത് എന്താണ്? വി വിൽ പ്രൂവ് ഫോർ n = k+1. n = k+1 തെളിയിക്കണം. അതായത് ദാറ്റ് ഇസ് 7 ആരെ ഡിവൈഡ് ചെയ്യും? 2^3k+1. 3k+1 -1 ആര് ഡിവൈഡ് ചെയ്യും? 7 ഡിവൈഡ് ചെയ്യുമെന്ന് തെളിയിക്കും. 3 ഇൻറ്റു എഴുതിയതിൽ ഒരു ഓവർലാപ്പ് വന്നോണ്ടാണ് മാറ്റാം കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. 3 × k+1 -1 ഇയാളെ പുള്ളി ഡിവൈഡ് ചെയ്യും, 7 ഡിവൈഡ് ചെയ്യുമെന്ന് തെളിയിക്കും. അതായത് വേറൊന്നുമല്ല, ദിസ് ഇസ് ഈക്വൽ ടു 7 × Q എന്ന് എഴുതിയാൽ മതി. 7 × ഏതോ കോഷ്യന്റ് ഏതാണെന്ന് അറിയാം. കോഷ്യന്റ് ആരാണെന്നൊന്നും എനിക്കറിയണ്ട. 7 × എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പൊ എന്താവും? ഡിവിസിബിൾ ആകും. അപ്പൊ ഞാൻ നേരെ ഈ ഡിവൈഡ് ചെയ്യേണ്ട ആളെ നോക്കുകയാണ്. 2^3 × k+1 -1 എന്നാണല്ലോ. അപ്പൊ ഞാൻ ഈ പുള്ളിയെ 2^3k+3 -1 എന്ന് എഴുതി. 3k+3 -1 എന്ന് എഴുതി. അവിടെ ഇരിക്കട്ടെ. സെക്കൻഡ്. ഓക്കെ. അപ്പോ ഇതിന് ശേഷം ഞാനിവിടെ 3^2 അല്ല, 2^2 ആയിരുന്നല്ലോ. 2^3k × 2³ -1 എന്നേ. കാരണം ബേസ് സെയിം ആണെങ്കിൽ പവറുകൾ തമ്മിൽ ആഡ് ആവും. വിച്ച് ഇസ് ഈക്വൽ ടു 2^3k × 2³ 8 ആണ്. 8 - 1. 8 - 1 7 അല്ല, അങ്ങനെയൊന്നും ചെയ്ത് വെക്കരുത്. 8 - 1 ഇവിടെ ചെയ്തില്ല, മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞു സംഭവം. തൊട്ടു മുമ്പേ നമ്മൾ എഴുതി വെച്ചൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് ഉപയോഗിച്ചിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് എന്താണ് എഴുതി വെച്ചേക്കുന്നത്? 2^3k -1 എന്ന് പറയുന്നത് 7Q ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് 2^3k എന്ന് പറയുന്നത് 7Q+1 അല്ലേ? ഈ 1 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 7Q+1 അല്ലേ? ഞാൻ ആ പുള്ളിക്കാരനെ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2^3k ഇവിടെ ഉണ്ട്. അവിടെ 7Q+1 എന്ന് ഞാൻ കൊടുക്കുകയാണ്. 7Q+1 × 8 - 1 എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ 8 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7 × 8 × Q. 7 × 8 × Q. മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. 7 × 8 എന്താണെന്ന് അറിഞ്ഞൂടാത്തോണ്ടല്ല, മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. പ്ലസ് 8 × 1 8 -1. ഇനി 8 - 1 ചെയ്യാം. ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയല്ല. 8 - 1 എന്താണ്? 7. 7 × 8Q + 7. ഇപ്പൊ മൊത്തത്തിൽ 7 കോമൺ എടുക്കാമല്ലോ. 7 കോമൺ എടുക്കാം. 7 കോമൺ എടുക്കുമ്പോൾ ഇവിടെ 8Q കാണും. ഇവിടെ 7 കോമൺ എടുത്തോണ്ട് 1 കാണും. 7 × 1 ആയിരുന്നല്ലോ. 7 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. 7 × 8Q + 7 × 1 7. കൃത്യം നേരത്തെ ഉള്ളത് വന്നു. എടാ നോക്ക്, നമ്മുടെ ഇപ്പുറത്തെ സൈഡ് എന്തായിരുന്നു? 2^3 × k+1 ആയിരുന്നു. k+1 -1 ആയിരുന്നു. അയാളെ 7 ഗുണം എന്തോ എന്ന് എഴുതിയില്ലേ? ഞാൻ പറഞ്ഞു, ഈ എന്തോ എന്ന് പറയുന്നത് എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു അത് എന്ത് കുന്തമായാലും കുഴപ്പമില്ല, ഡിവിസിബിൾ ആകും, മൾട്ടിപ്പിൾ ആകും. അപ്പൊ 2^3 × k+1 -1 = 7 × m. m വേറെ ആരുമല്ല, m 8Q+1 ആണെന്ന് ഇവിടെ സൈഡ് ചെയ്തി. അപ്പൊ ഇയാളെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് കിട്ടി. റിമൈൻഡർ 0. റിമൈൻഡർ 0. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എഴുതി കൂടെ? 7 ഡിവൈഡ്സ് 2^3 × k+1 -1. അപ്പൊ k+1 കാര്യം ശരിയല്ലേ? k+1 തെളിയിക്കാനായിരുന്നല്ലോ നമ്മുടെ ലക്ഷ്യം. k+1 കാര്യം ശരിയായല്ലോ. therefore എല്ലാവർക്കും കാര്യം ശരിയാണ്. അപ്പോ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും.